ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം, വൈത്താരിയിലേക്ക് സ്വാഗതം. കോട്ടക്കൽ ഉണ്ണികൃഷ്ണൻ പ്രശസ്ത കഥകളി ചെണ്ട ആചാര്യനായിരുന്ന കോട്ടക്കൽ കുട്ടമാരാശാൻ്റെ കീഴിൽ PSC നാട്യസംഘത്തിൽ കഥകളിക്കൊട്ട് വളരെ വിദഗ്ധമായി തന്നെ പഠിച്ച് അവിടെ അധ്യാപകനായി ജോലി ചെയ്ത് അവിടെ നിന്ന് താൽക്കാലികമായി ജോലിയിൽ നിന്ന് പിൻവാങ്ങി ഇപ്പോൾ അദ്ദേഹം ഉത്സവമേളങ്ങൾ, തായമ്പക, അടിയന്തരം തുടങ്ങിയ വാദ്യ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കലാകാരനാണ് കോട്ടക്കൽ ഉണ്ണികൃഷ്ണൻ. കോട്ടക്കൽ ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടിനെ പറ്റി പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഏകദേശം സമപ്രായക്കാരാണ്. സമമായ കാലത്ത് കൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. അദ്ദേഹം PSC നാട്യസംഘത്തിലും ഞാൻ കലാമണ്ഡലത്തിലും. പക്ഷേ കോട്ടക്കൽ കുട്ടമാരാശാൻ്റെയും കൃഷ്ണകുട്ടിയേട്ടൻ്റെയും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത അഭ്യാസത്തിൻ്റെ കണിശത കൊണ്ട് ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടിൻ്റെ സ്വാദ്, മാധുര്യം, ഉരുളുകൈയിൻ്റെ എന്താണ് പറയേണ്ടത്, തീർമ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടമാരാശാൻ്റെ കൊട്ടിൻ്റെ അതേ ശൈലിയിൽ തന്നെ അദ്ദേഹം കൊട്ടുകയും അതിനെ അനായാസമായി പ്രയോഗിക്കുകയും ചെയ്ത ഒരു കാലം നല്ല ഓർമ്മയിലുണ്ട്. അത് എണ്ണങ്ങളുടെ ശുദ്ധിയാണെങ്കിലും കഥകളി അരങ്ങത്ത് ഏത് മേളപ്രധാനമായ കഥകളിൽ അദ്ദേഹം കൊട്ടുകയാണെങ്കിലും അത്തരം ഒരു അനായാസത അദ്ദേഹത്തിൻ്റെ കൊട്ടിലുണ്ടായിരുന്നു. അതിപ്പോഴും ഇല്ല എന്നല്ല പറയുന്നത്. അദ്ദേഹം പക്ഷേ കഥകളി കൊട്ടിൽ നിന്ന് മാറി ഇപ്പോൾ തായമ്പകയും മേളവും ക്ഷേത്ര അടിയന്തരങ്ങളുമായി ആണ് കഴിയുന്നത്. തായമ്പക കൊട്ടുന്നതും അങ്ങനെ തന്നെയാണ്. ഇടത് കൈയിൻ്റെയും വലത് കൈയിൻ്റെയും പ്രയോഗങ്ങളിലുള്ള വ്യക്തത ഒക്കെ അദ്ദേഹത്തിൻ്റെ തായമ്പകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് ഉണ്ണീഷൻ തുടർന്ന് കൊട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പ്രയോജിക്കാൻ പറ്റില്ല. നമുക്കൊരു പൊതുധാരണ ഉണ്ട്. തായമ്പകയുടെ എണ്ണങ്ങൾ, മനോധർമ്മങ്ങൾ, നില എന്നൊക്കെ പറഞ്ഞ് ആ പൊതുസമ്പ്രദായത്തെ എല്ലാം മാറ്റിമറിക്കുന്ന വിധത്തിലാണ് ഉണ്ണികൃഷ്ണൻ്റെ പ്രയോഗങ്ങളും ആ ശീലങ്ങളും ഒക്കെ. എങ്ങനെയും കഥകളിക്കൊട്ടിന് തുടർന്നും അദ്ദേഹം ധാരാളം കാലം ഉണ്ടാവേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം അതിൽ നിന്ന് മാറി ക്ഷേത്ര മേളങ്ങളുമായാണ് ഇപ്പോൾ കഴിയുന്നത്. കുട്ടമാരാശാൻ്റെ കൊട്ടിൻ്റെ ശൈലി പൂർണ്ണമായ തോതിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ളത് ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടിലാണ് എന്ന് പറയാൻ എനിക്ക് ശങ്കയില്ല. എങ്ങനെയും ആ ഉണ്ണികൃഷ്ണൻ്റെ പഠനകാലത്തെ അനുഭവങ്ങൾ അദ്ദേഹം തുടർന്ന് പ്രയോഗിക്കുന്ന ഇക്കാലത്തെ അനുഭവങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഉള്ള മാറ്റിമറയലുകൾ അത് ഒരുപക്ഷെ ഈശ്വരേച്ഛ എന്ന ആധ്യാത്മിക തലത്തിലേക്ക് പോലും അദ്ദേഹം എത്തുന്നുണ്ട് നമ്മുടെ ഈ സംഭാഷണത്തിൽ. എങ്ങനെയും ഉണ്ണികൃഷ്ണനാണ് ഇന്ന് നമ്മളോട് ഉത്തരങ്ങൾ പറയുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് PSC നാട്യസംഘത്തിൽ തന്നെ കഥകളി പഠിച്ച് ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനത്തിൽ അഹമ്മദാബാദിലുള്ള ദർപ്പണ അക്കാഡമിയിൽ
നൃത്ത അധ്യാപകനായി, കഥകളി അധ്യാപകനായി, കഥകളി കലാകാരനായി, പിന്നീട് നൃത്ത കലാകാരനായി ജോലി ചെയ്ത ദർപ്പണ ശശി, അല്ലെങ്കിൽ പിന്നെ കോട്ടയ്ക്കൽ ശശിധരൻ എന്നൊക്കെ വിവിധ തരത്തിൽ പേര് പറയുന്ന ശശിയേട്ടനാണ് ഇന്ന് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇദ്ദേഹത്തെ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകപ്രശസ്ത നർത്തകനാണ് എന്ന് വിശേഷിപ്പിക്കാം. ലോക സഞ്ചാരിയാണ്. തൻ്റെ കയ്യിലുള്ള മുദ്രകൾ, അഭിനയങ്ങൾ, ചുവടുകൾ, ആഹാര്യം എന്നിവ ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് നിരവധി തവണ വിദേശ രാജ്യങ്ങളിൽ തൻ്റെ പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ശശിയേട്ടൻ. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ വളരെ ബൃഹത്തായ പുസ്തകത്തിലൂടെ, പകർന്നാട്ടം എന്ന പുസ്തകത്തിലൂടെ, മാതൃഭൂമി പബ്ലിഷ് ചെയ്ത പകർന്നാട്ടം എന്ന പുസ്തകത്തിലൂടെ തൻ്റെ അനുഭവ കഥകൾ, 70-75 വയസ്സ് വരെയുള്ള അനുഭവ കഥകൾ അദ്ദേഹം രചിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിരവധി പ്രശസ്തരായ വ്യക്തികൾ അത് വായിച്ച് പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയും അങ്ങനെ ഉള്ള ശശിയേട്ടനാണ് ഇന്ന് ഉണ്ണീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായും നാട്യസംഘത്തിലെ 2 പ്രശസ്തരായ കലാകാരന്മാർ അക്കാലത്തെ അവരുടെ പഠന അനുഭവങ്ങൾ, നാട്യസംഘത്തിലുണ്ടായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ കഥകളി പഠിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ, കൊട്ടനുഭവങ്ങൾ, ഇതൊക്കെ പരസ്പരം അറിയുന്ന, പൂർണ്ണമായ തോതിൽ അറിയുന്ന 2 വ്യക്തികൾ സംസാരിക്കുമ്പോൾ അതിനേറെ കൗതുകമുണ്ട്. എങ്ങനെയും അത്തരം 2 വ്യക്തികളെ വളരെ സ്നേഹ ആദരവോടുകൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരെ 2 പേരെയും ഒന്നിച്ച് ലഭിച്ചതിലുള്ള സന്തോഷവും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അവർക്ക് നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇത് കേൾക്കുവാനും കാണുവാനും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉണ്ണീഷ്ണൻ, നമസ്കാരം. നമസ്കാരം. നമ്മൾ അനവധി കാലത്തിന് ശേഷം കാണുകയാണ്. വളരെ കാലഘട്ടങ്ങളിൽ നിന്ന് ഓർമ്മകളൊക്കെ ആയിട്ട് മനസ്സോടും. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, കലാമണ്ഡലം പ്രിൻസിപ്പാളായിരുന്ന കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഈ വായ്ത്താരി എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ്, ഇല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു പ്രസ്ഥാനം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലും ഇടുന്നുണ്ട്. പിന്നെ അടുത്ത തലമുറകൾക്ക് ഇതൊരു പ്രചോദനമാവാനും പഠിക്കാനും വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു നല്ല സതുദ്യമത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, നല്ല കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഉണ്ണീഷിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷമല്ലേ? സന്തോഷമാണ്, തീർച്ചയായിട്ടും. ഇങ്ങനെ കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണനായത് എന്നൊക്കെ പറയണം. തീർച്ചയായിട്ടും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എവിടുന്നാണ് കോട്ടയ്ക്കലേക്ക്, എവിടെയാണ്? ഞാൻ ജനിച്ചത് തുപ്രംകോട് കൃഷ്ണമാരാർ, തെക്കേമാരാത്ത്. അവിടെ അച്ഛൻ തുപ്രംകോട് അടിയന്തരക്കാരായിരുന്നു. മാത്രമല്ല അച്ഛനും വളരെ പ്രശസ്തനായിരുന്നു. കുഞ്ഞമ്മാരാർ, ഗുരുവായൂർ കുഞ്ഞമ്മാരാരൊക്കെ അദ്ദേഹത്തിനെ പാണിക്കൊക്കെ കൊല്ലത്തിന് വിളിക്കാറുള്ള ആളാണ്. അപ്പോൾ സത്യത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിന് പെമ്മക്കൊക്കെ മരുമക്കൊക്കെ പെമ്മക്കളാണ്, ആമക്കളില്ല. അപ്പോൾ സങ്കടമുണ്ട്, ഒരു കുട്ടീനെ, കുട്ടികളൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടും കൊണ്ട് പോകാനൊരു കുട്ടീനെ ആക്കാനോ ആരും ഇല്ല. അപ്പോൾ ഈ സങ്കടം കുഞ്ഞമ്മാരോട് പറയേ. അപ്പം എന്നാൽ കൃഷ്ണമാരാരൊരു കാര്യം ചെയ്തു, പോണ വഴിക്കേ ആ ഗുരുവായൂരപ്പനോടൊന്ന് പറഞ്ഞു പോകും സങ്കടം. അങ്ങനെ പിറ്റത്തെ കൊല്ലം മീനമാസത്തിലാണ് ഞാൻ ജനിച്ചത്. ഗുരുവായൂരിനെ ചോറ് കൊടുത്ത് ഉണ്ണീഷ് എന്നാ പേര് കിട്ടുന്നത്. അതെ അല്ലേ? അവിടുന്ന് ചെറുപ്പം പോലെ അവിടെ തുപ്രംകോട് അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അച്ഛനവിടെ അടിയന്തരത്തിന് ഇടയ്ക്ക് അച്ഛന് പുറത്തേക്ക് പോകാൻ അങ്ങനെ ഇരുന്നൊരു കാലഘട്ടത്തിൽ ഒരാളെ ആക്കിയിട്ട് അച്ഛൻ പോയി. പക്ഷെ മറ്റുള്ളവരെ എന്തൊക്കെയോ കുശുമ്പ് കൊണ്ട് ഇയാളെങ്ങനെയൊക്കെയോ ചാടിപ്പോയി, അവിടെ ആളില്ല. അപ്പം എനിക്ക് 4 വയസ്സ്, 3-4 വയസ്സാണ്. അപ്പം അമ്മ ഈ അടിയന്തര ഭാഗങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു വെച്ചാൽ, അടുത്ത വീട്ടിൽ ഉണ്ണീഷന്മാരുണ്ട്, അയാളോട് പറഞ്ഞ എന്തെങ്കിലും ഒരാളെ തിരുനാവായി പോയ ഒരാളുടെ സമയമില്ല, നാരായണന്മാരൊക്കെ ഉള്ളൊരു കാലമാണ്. അവിടുത്തെ കാര്യം മാത്രം എന്നോട് പറയുക, അമ്മായിമ്മ എൻ്റെ അമ്മേനെ വിളിക്കുക, അമ്മായിക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഇവിടുത്തെ കാര്യം എന്നോട് പറയും.
നിവൃത്തിയില്ലായിട്ട് ഈ 3-3.5 വയസ്സ് 4 വയസ്സായി ഇന്നെടുത്ത് ഇവിടെ നിന്ന് കുറച്ച് എണ്ണയൊക്കെ വാങ്ങി ആ തുപ്രംകോട്ടപ്പൻ്റെ നടയിൽ അത് വെച്ചു. ചേങ്ങലവും കൂലും തന്നു. അവിടുന്ന് തുടങ്ങി ഒരു 64 വയസ്സ് 64-ലാണ് തുടങ്ങിയത്. 64-ാം കൊല്ലത്തിലാണ് തുടങ്ങിയത്. അവിടുന്ന് തുടങ്ങി അങ്ങനെ ഒരു 3-4 കൊല്ലം അങ്ങനെ ചുറ്റി കറങ്ങി. അപ്പോൾ പ്രതീക്ഷയുടെ വീഴലും ആലമുട്ട് പൊട്ടലും ഇവരങ്ങോട്ട് ഓടാൻ വയ്യ. അപ്പം അമ്മ വന്ന് മുണ്ടൊക്കെ എടുപ്പിച്ച് ഞാൻ നിലവിളി. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഗുരുവായ ഇവിടെ കോട്ടയ്ക്കൽ വരാറുണ്ട് മരുന്ന് വാങ്ങാൻ. അങ്ങനെ കൊല്ലം മരുന്ന് വാങ്ങാൻ വന്നപ്പോൾ നമ്മളെ കോട്ടയ്ക്കൽ കുട്ടന്മാരാശാൻ ചോദിക്കുക, അല്ല ഒരു കുട്ടീനെ കിട്ടാറുണ്ടോ പഠിപ്പിക്കാൻ? അന്ന് മൂപ്പർക്ക് കുട്ടികളെ ആരും കൊടുക്കൂല പഠിപ്പിക്കാൻ. എന്നാൽ സുബ്രഹ്മണ്യൻ്റെ തലയ്ക്കൊക്കെ അടിച്ചത് കൊല്ലാണ്ട് അങ്ങനെ എന്തൊക്കെ കേസ്. ശരി, എൻ്റെ മകനുണ്ട്. അപ്പോൾ എനിക്കൊരു 8-9 വയസ്സ് പ്രായം. അങ്ങനെ ഇവിടെ ഉണ്ടാക്കി. അല്ല, എനിക്ക് അത് ചോദിക്കാനുള്ളത്, അച്ഛനായിരുന്നില്ല ആദ്യം പഠിപ്പിച്ചിരുന്നത്? അച്ഛനല്ല, അമ്മയെ പഠിപ്പിച്ചു. അമ്മയെ പഠിപ്പിച്ചത്? ഓ, വെരി ഗുഡ്. ആർക്കും കേൾക്കാൻ കിട്ടാത്ത ഭാഗ്യമാണ്. അപ്പം നമ്മുടെ പേരെന്താണ്? നമ്മളെ ശാരദമാരാസ്യാർ. അവർ തൃക്കുറ്റിശ്ശേരിയാണ്. വാശേരി തൃക്കുറ്റിശ്ശേരിയാണ് അവരെ തറവാട്. അവർ ഈ പോലൂരായിട്ട് ഇടിച്ചെനിക്ക് മക്കളാണ്. അമ്മ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് അങ്ങനെ തൃക്കുറ്റിശ്ശേരി. ശരി. അപ്പം അമ്മയുടെ പേര് ശാരദമാരാസ്യാർ. ശാരദമാര. അപ്പം അമ്മയാണ് ഗുരു. ചെണ്ട പഠിപ്പിക്കാൻ തുടങ്ങിയത്. അത് വലിയൊരു കാര്യമല്ലേ? ഇപ്പോഴത്തെ ചെണ്ടക്കാർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ? അത് വലിയൊരു കാര്യം. പിന്നെ ആ കാലത്ത് അല്ല, ഞാൻ ചോദിക്കേണ്ടത് വെച്ചാൽ ആ കാലത്ത് വല്ല പരിപാടികൾക്ക് അമ്പലങ്ങളിലൊക്കെ പോയിരുന്നു പഠിക്കണ കാലം? കാരണവന്മാർ കൊണ്ടുപോകും. അമ്മാവനും അച്ഛനൊക്കെ കൊണ്ടുപോകാറുണ്ട്. അമ്മാവൻ്റെ പേരെന്താ? അമ്മാവൻ്റെ പേര് അച്യുതമാരാര്. തൃക്കുറ്റിശ്ശേരി അച്യുതമാരാർ. ഓക്കെ ഓക്കെ. ഈ സുപ്രംകോട് പരമേശ്വരൻ്റെ അച്ഛനാണ്. ശരി. ഓഹോ. അതെ അതെ. അദ്ദേഹം കുറേ അടിയന്തരവും കാര്യമൊക്കെ ഉള്ള ആളാണ്. ശരി. അദ്ദേഹം ആദ്യമായിട്ട് എന്നെ പൂജക്കൊട്ട് പഠിപ്പിച്ചു. പൂജക്കൊട്ട്. ഓക്കെ. മടിയിലിരുത്തി. പിന്നെ അവിടുത്തെ പാണിയുണ്ട്, അത് മൂപ്പരൻ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ അത്യാവശ്യമൊക്കെ കൈകാര്യം ചെയ്യാൻ ഈടും കൂറൊക്കെ പിന്നെ കൂട്ടത്തിൽ കൂടി കേട്ടിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ. ഏടും കൂറൊക്കെ പഠിക്കണമെങ്കിൽ കഥകളിയുടെ മാതിരി തന്നെയാണോ അതിൻ്റെ? ചെറുപ്പം മൂലക്കെ ഈ താളബോധം, അതുപോലെ നമ്മളെ ഈ പരിജ്ഞാനം കൂട്ടത്തിൽ കൂടിയിട്ട് ഈ കാരണന്മാരൊക്കെ ഒക്കെ പോയി കേട്ടാൽ ഇതിങ്ങനെ കേൾക്കൂലോ ദിവസം. കുട്ടികളാണ് വേഗം മനസ്സിലാവും. കുറച്ച് നമുക്ക് ആലോചിക്കാൻ മാത്രമല്ല, കുറച്ച് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുകയെ അറിയാത്ത ചോദിക്കുക. കൂട്ടത്തിൽ വേണം എന്ന് എല്ലാവർക്കും ഒരു വിചാരം വേണം. അത് എല്ലാവരും അത് വേണമല്ലോ, എങ്കിലൊക്കെ നടക്കും. അങ്ങനെയാണ് ഈ ഇടുമ്പൂറും അമ്പലച്ചിട്ട ഇതൊക്കെ ഞാൻ ഈ മേളങ്ങളൊക്കെ അങ്ങനെ കേട്ട്. അത് ഏത് കാലത്ത്, കൊല്ലം ഓർമ്മ ഉണ്ടോ അതൊക്കെ? അത് ഒരു 69 കഴിഞ്ഞിട്ടാ. 69 66 വയസ്സിലാണ് കോട്ടക്കിൽ വന്നത്. അച്ഛൻ പറഞ്ഞു വെച്ചിട്ട് അല്ല? അതെ, അച്ഛൻ 69 സംസാരിച്ചിട്ട് വന്നു. അത് ഏത് കാലഘട്ടം ഓർമ്മ? 68 കഴിഞ്ഞിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ പിന്നെ ആരൊക്കെ പഠിപ്പിച്ചിരുന്നത് അഭ്യാസം? നമ്മുടെ മാങ്ങോട് കൃഷ്ണൻകുട്ടിയാശാനാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ അസിസ്റ്റൻ്റ് മൂപ്പരാണ് സ്വാഗതം ചെയ്യിക്കാനും ഒക്കെ വളരെ ഉത്സാഹമായിട്ട് ഉണ്ടായിരുന്ന ആളാണ് മൂപ്പര്. അതുപോലെ കോട്ടയിൽ കുട്ടന്മാരാജനാണ് അതിൻ്റെ സീനിയർ ആയിട്ട് വരാറ്. അന്ന് ഇവരൊക്കെ ഉണ്ട്. രാഘവാല പി കെ, കൃഷ്ണൻകുട്ടി നായരാശാൻ, ഇവരൊക്കെ ഗോവിനായരും ഇവരൊക്കെ കൂടിയിട്ടാണ് അത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചും ഇടിപ്പിച്ചതൊക്കെ അവരൊക്കെ തന്നെ കൂടിയിട്ടാണ്. അന്ന് 8 വയസ്സോ 9 വയസ്സോ? അന്ന് 8 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ ഇത് തുടങ്ങിയിരുന്നത്, അഭ്യാസം തുടങ്ങി? അഭ്യാസം ഒരു 4:30 മണിക്ക് സാധകം അലാറം വയ്ക്കും. നന്ദുമാരായിരുന്നു മുമ്പിൽ അലാറം. അതിങ്ങനെ ക്രീ നെല്ലത് എന്താണെന്ന് അറിയില്ല അന്ന് ഈ അലാറമേ. ഇത് കേട്ടാൽ ഞെട്ടുള്ളത്. പിന്നെയാണ് ഇത് അലാറെന്നാന്നൊക്കെ മനസ്സിലായത്. അത്ര അന്തല്ലാത്ത കാലമാണ്. ഒരു 4-4:30 വയസ്സ് 4:30 സമയത്ത് പോയിട്ട് ചിലപ്പോൾ ലേറ്റൊക്കെ പോവും. അപ്പം വിചാരിച്ചു വന്നുണ്ടാവില്ല.
അപ്പോൾ കൃഷ്ണകുട്ടിയേശൻ അമ്മാമരൊക്കെ ദേവസ്വം വാങ്ങിയിട്ടുണ്ടാവും മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അതും കത്തിച്ചിട്ടാ പിന്നെ പോവുക. അങ്ങനെ കൃഷ്ണൻകുട്ടിയാശാൻ ചില ദിവസം ഉണ്ടാവില്ല, അപ്പോൾ കുട്ടന്മാരാശാനാകുമ്പോൾ അന്ന് ഇതുപോലൊക്കെ തന്നെ ചിലപ്പോൾ ലൈറ്റൊന്നും ഇല്ലാണ്ട് ആയിരുന്ന കമ്പ്രാന്തിലൊക്കെ കത്തിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ ഒരു 4-4:30 മണി തൊട്ട് സാധകം. എന്നാൽ ചെറിയാച്ചാൻ്റെ നിർബന്ധമൊന്നും പറയണ്ട, ഭാരം തന്നെയാണ്, ശിക്ഷ തന്നെയാണ് അല്ലേ. ശിക്ഷാച്ചാൻ രാവിലെ ഈ സാധകം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 7 മണിയൊക്കെ കഴിയും സാധകം ചെയ്ത് കഴിയാൻ. പിന്നെ അവിടുന്ന് നിങ്ങളുടെ ഈ കലാശങ്ങളും കൂട്ടകലാശങ്ങൾ, വട്ടം വെച്ച കലാശം ഇതൊക്കെ പൊട്ടിക്കും. എങ്ങനെ ഒരു 7 മണി വെട്ടരയ്ക്ക് ഇങ്ങോട്ട് എത്തും വേണ്ടേ. അതെ അതെ. അപ്പം ആകെ ബേജാറായിട്ടുള്ള ഉള്ളിയും അതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട്. അന്ന് നിങ്ങളുടെ ഭക്ഷണശൈലിയൊക്കെ ഭക്ഷണശൈലി രാവിലത്തെ ഈ ഓണം ഒക്കെ ആ സമയത്ത് കഞ്ഞിയും നെയ്യും ഉണ്ടായി. അപ്പുമാരാണ് കുട്ടികളെ വാടുന്നത്. പക്ഷേ ഈ കഞ്ഞിയും നെയ്യും കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും തടിയൊക്കെ നന്നായി വിചാരിക്കുമ്പോഴേക്കും പനിയും ഒക്കെ വരിക. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി. പനി വയറൊക്കെ എല്ലാം കൂടി ഏതായാലും നന്നാവും വിചാരിച്ചു. ഒരു കൊല്ലം പോയപ്പോൾ നന്നായി പോയിരുന്നു, നല്ല അഭിപ്രായം. പിന്നെ കൊല്ലത്തിലും ഈ ഓണത്തിന് നെയ്യും കഞ്ഞിയൊക്കെ കുടിച്ചോ നന്നാവും വിചാരിച്ച് കുറച്ച് 4 ദിവസം കഴിയുമ്പോഴേക്ക് ഇതാ സ്ഥിതി പനിയാണ്. പിന്നെ ഒരാഴ്ചയോളം അഭ്യാസത്തിനും കഞ്ഞിയും ഒന്നുമില്ല. അന്ന് എങ്ങനെ ഇപ്പം നമ്മൾ ഈ കല്ലിൽ കൊട്ടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 4:30 മണിക്ക് പോയി കഴിഞ്ഞാൽ 7 മണി വരെ കല്ലിൻ്റെ മുകളിൽ സാധക. ശരി. അത് വലന്തല ഉപയോഗിക്കില്ല? ഉപയോഗിക്കില്ല. ഇടന്തല ഒന്നുമില്ല? 2 കുട്ടിയാണ്. ശരി, ഓക്കെ. അത് 4:30 തുടങ്ങും. അതെ. ആശാൻ കസാല മുകളിലിരിക്കും. കൃഷ്ണുണ്ടേശാനാണ്. ചൊല്ലിയാട്ടക്കളരിയിലേക്ക് എപ്പോഴാണ് വന്നത്? ചെല്ലാട്ടത്തിനാണ്. ചെല്ലാട്ടത്തിന് വിളിക്കുക. അവർ ഇങ്ങനെ അഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ചെല്ലാട്ടത്തിന് കൊട്ടാൻ വേണ്ടി വിളിക്കും. കുട്ടികൾക്ക് ഒട്ടമച്ച കലാശുപത്രി അതിനൊക്കെ കൊട്ടി കൊടുക്കണം, അങ്ങനെ വിളിക്കും. അപ്പോൾ കുറച്ചൊരാശ്വാസം തോന്നും, ഞാൻ ഇവിടുന്ന് വിട്ടിട്ടില്ലോ. അതെ അതെ. എനിക്ക് ചിലത് ഓർമ്മയുള്ളത് എന്താ പറയുക, ചൊല്ലിയാട്ടം 11:30 കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ അണിയറല്ലേ നാട്യസംഘത്തിൻ്റെ ഉത്സവകാലത്ത്, അവിടെ ഒരു തടുക്ക് വെച്ച് കെട്ടിയിട്ട് ചെറിയൊരു കളരിയായിരുന്നു. കളരി എന്ന് പറയാൻ വയ്യ ഒരു ഇതിൽ. അതിൽ കുട്ടന്മാരാശാൻ ഇവിടുത്തെ ചൊല്ലിയാട്ടം കഴിഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കും. തേര് കൂട്ടിക്കെട്ടല്, പടപ്പുറപ്പാട്, പിന്നെ അത് അടന്തയിലും ഇതിലൊക്കെ ഉള്ള മുമ്പുള്ള കാര്യങ്ങൾ അല്ലല്ല ഉണ്ണികൃഷ്ണനുള്ള. അപ്പം ചെറിയ കുട്ടിയാവുമ്പോൾ എന്നിട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ കൊട്ടാങ്ങോട്ട് മേലെ കളരിയിലേക്ക് വന്നിരുന്നത്, കൃഷ്ണകുട്ടിയാശാൻ്റെ കളരിയിലേക്ക്, എൻ്റെ ആശാൻ്റെ കളരിയിലേക്ക് വന്നിരുന്നു. ചിലപ്പോൾ അച്ഛന്മാർ വിളിക്കും. അന്ന് ഗോപാലകൃഷ്ണനൊക്കെ കേളി ഒക്കെ മുഖമൊക്കെ മേലെയാക്കി ചെണ്ടയായിട്ട് കുറച്ചിക്കാനൊക്കെ ഈ ഗോപാലകൃഷ്ണനൊക്കെ അച്ഛന്മാർ പോയി തല്ലിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് തല്ലാൻ തുടങ്ങിയ വാച്ചൊക്കെ വരും. വാച്ച കഴിഞ്ഞ് ആ വാച്ചൊക്കെ ആർപ്പാടും. ഗോപാലകൃഷ്ണൻ പിന്നെ ആ ഭാവമൊന്നുമില്ല, അടിച്ചു എന്നുള്ള ഭാവമൊന്നും അയക്കില്ല. ഇതെങ്ങനെ കയ്യിലാക്കി കിട്ടണമെന്നുള്ള ആളിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം മേളപ്പം കൊട്ടിക്കുക. ഉണ്ണികൃഷ്ണൻ്റെ അരങ്ങേറ്റം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സ്റ്റാൻഡിൽ ചെണ്ട വെച്ചിട്ട് കൊട്ടിയിരുന്നത് ഓർമ്മയില്ലേ? അന്ന് ഇവരൊക്കെ ഞാൻ ചെറിയ കുട്ടിയാന്നുള്ളൊരു ധാരണയിൽ. അപ്പോൾ ധാരണ മാത്രമല്ല, അവർക്ക് നമ്മളോടൊക്കെ വലിയ വാത്സല്യമുള്ളൊരു കാലഘട്ടമാണ്. അതെ അതെ അതെ. അതിലൊരു സമയമാണ് നമ്മൾ. അതെ അതെ. അവർ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നിരുന്നു. ഒരു 3 എനിക്ക് ഓർമ്മയുണ്ട്, ആ സ്റ്റാൻഡ് ഓർമ്മയുണ്ട്. അത് ആശാരിപ്പരെ പോയി കുട്ടന്മാരാശാനും കൃഷ്ണകുട്ടിയാശാനും രാഘവാരൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അവരൊക്കെ കൂടിയിട്ടാണ് അത് നേരേക്ക് തന്നിരുന്നത്. പിന്നെ ഇപ്പോൾ അന്നത്തെ ഒരു ഡോക്ടറെ ഏതൊക്കെ ഓർമ്മയില്ല, ഒരു പ്രായം ചെന്നാളാണ്. അയാൾ ഈ ഇതിൽ വിളിച്ച് പറഞ്ഞ് ഒറ്റക്കാലിൻ്റെ മുകളിൽ ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ഒറ്റക്കാലിൻ്റെ മുകളിൽ ഇരിക്കാതെ നിൽക്കുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്ന് ഈ ബാലചന്ദ്രവാരുടെ മുമ്പുള്ള ഒരു ഡോക്ടറാണ്. അങ്ങനെ അയാൾ പറഞ്ഞു തന്നു. അതോടുകൂടി അയാൾ എന്ത് ചെയ്തു, ഇയാൾക്ക് ഒരു കാലിന് എന്തോ ശരിയില്ല, ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് കുട്ടമരാശാരി രാഘവാരൊക്കെ കൂടിയിട്ട് പറ്റില്ല, കുട്ടീനെ എടുക്കണം എന്നുള്ളൊരു അഭിപ്രായം എൻ്റെ അച്ഛനോട് പറയുകയൊക്കെ ചെയ്തു. ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയുണ്ടായി. അന്ന് ആരൊക്കെയായിരുന്നു വേഷക്കാരുണ്ടായിരുന്നത് ഇവിടെ? അന്ന് കുട്ടികളാണ് ഞാൻ ചോദിക്കുന്നത്. കുട്ടികൾ അന്ന് ഗോപികൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി, ഇവരൊക്കെയാണ് അന്നത്തെ വേഷക്കാർ. ഓക്കെ. ഗോപികൃഷ്ണനും ഗോവിന്ദൻകുട്ടി അവരൊക്കെ വികൃതികളാണ്. ഗോപികൃഷ്ണനൊന്നും വെറുതെ ഇരിക്കില്ല.
ഭഗവാനായിട്ട് തമ്മത്തല്ലിയും വിളിയമ്പൂരിയായിട്ടും വിഴിനമ്പൂരിയും ഭഗവാനും മുരളിയും ഇവരൊക്കെ കൂടി ഒന്നും പറയണ്ട മഹാപോക്കികളായിരുന്നു. ഉണ്ണീഷന് കഥകളിക്ക് കൊട്ടുകയാണോ അധികം സംതൃപ്തി, തായമ്പക കൊട്ടുകയാണോ സംതൃപ്തി കൂടുതൽ തോന്നണത് എന്താ? പക്ഷേ കഥകളിക്ക് കൂട്ടുമ്പോൾ കുറച്ച് പണി കൂടുതലാണ്. കാരണം ഇവരെല്ലാവരെയും നോക്കിയിട്ട് വേണം. അതെ അതെ. തായമ്പ കൂട്ടുമ്പോൾ നമ്മളെ സമാധാനത്തിൽ നമ്മളെ സൗകര്യം പോലെ കൂട്ടി പോന്നാൽ മതി. അല്ല, ഞാൻ ഇപ്പോൾ കളിക്ക് 2 കൊല്ലം മുമ്പ് ഒരു തോരണ യുദ്ധമൊക്കെ കൊട്ടുന്ന കേട്ടു. ഉണ്ണീഷൻ ഒട്ടും ഇതിൻ്റെ മറന്നു പോയിട്ടില്ല, എല്ലാം വൃത്തിയിൽ കൊട്ടുന്ന കണ്ടു. ഒരു അനുഗ്രഹമാണ്. പിന്നെ ഇത് തന്നെ കല്യാണ സന്ധ്യ ഹനുമാൻ കൊട്ടുന്ന കണ്ടു. അത് ഒട്ടും മറന്നു പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കൊട്ടുകാരുടെ ശൈലിക്ക് ചില മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ കളരിയിൽ അന്ന് ഇപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, പടപ്പുറപ്പാടിന് ഈ സൈന്യങ്ങളെ നോക്കണത്, അല്ലെങ്കിൽ ഉത്ഭവത്തിൽ പുഷ്പക വിമാനത്തിൽ പറന്നു പോണത്, അതൊക്കെ കലാമണ്ഡലത്തിൽ വേറൊരു ശൈലിയായിരുന്നു കൊട്ടിയിരുന്നത്. ഇവിടെ വേറെ. ഇപ്പം ഞാൻ ഒരു 50 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒക്കെ ഗ്ലോബലൈസേഷനായി, ഒരേ മാതിരിയായിട്ടുണ്ട്, ഒരു മാറ്റവും ഇല്ല. അതെ, അതൊക്കെ ചില ആളുകൾ മനോധർമ്മങ്ങൾ. അതെ അതെ അതെ. ഒരു തവണ കുട്ടന്മാരാശം വന്നിരുന്നു, ഞാനവിടെ ചെല്ലാടത്ത് ഉത്ഭവം അതൊക്കെ കഴിഞ്ഞ് മൂപ്പരിനോട് ഇങ്ങനെയാ മറ്റേ പുഷ്പവിമാനം പോകുന്നതിന് കൊട്ടുക ചോദിച്ചു. അപ്പം എനിക്കിപ്പോൾ അതിനെ പറ്റിയൊന്ന് നമുക്ക് പോയി കൃഷ്ണൻകുട്ടിയാശാൻ എന്താ അവിടെ ഇന്ന് കാണിച്ചതെന്ന് വെച്ചാൽ കൊട്ടുക അത്രയുള്ളൂ. ഇടുകടുകടുകടുകടുകെന്ന്. അതുപോലെ ഒരു ഓഡീഷന് വേണ്ടി ഒരാൾ ഈ നരസിംഹമൂർത്തിയില്ലേ ഇതിനൊരു കൊട്ടാൻ പറഞ്ഞിട്ട് വന്നിരുന്നു. ആ കൊട്ടൊക്കെ കഴിഞ്ഞ് കുട്ടന്മാരാശൻ ഉണ്ടെന്നാണ് ഇങ്ങനെയാ നരസിംഹത്തിന് കൂട്ടുക. എനിക്ക് സത്യത്തിൽ എങ്ങനെയാണ് കൊട്ടുക? ഞാനൊരു കൊട്ട് കൂട്ടി മൂപ്പര്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ കുട്ടന്മാരാശാൻ ഉണ്ടെങ്കിൽ കൂടി മറ്റേ അവരൊക്കെ ഒപ്പം പോയോടുകൂടി എന്തിൻ്റെ കുറേ ചാൻസുകൾ തന്നിരുന്നവർ. ഈ പുറപ്പാട് വേളപ്പത് അങ്ങനെയൊക്കെയുള്ള വലിയ സ്റ്റേജ് തൃശ്ശൂർ ക്ലബ് അന്ന് ഇവരൊക്കെ കൂടെ മേളപ്പദം കൊട്ടിയിട്ടുണ്ടോ? അതെയോ? പിന്നെ ഇവരൊക്കെ കുട്ടന്മാരാശാൻ്റെ കൂടി കുട്ടന്മാരാശാൻ്റെ ഒക്കെ കൊണ്ട് ഇവിടെ വേളപ്പം കൊട്ടിയിട്ടുണ്ട്, താഴെ പൊട്ടിയിട്ടുണ്ട്. ഓഹോ. പിന്നെ രാമണ്ണ കൃഷ്ണൻ്റെ പുതളാശാനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അതെ, അവരൊക്കെ ഒരു കൊട്ടിൻ്റെ ഒരു ഇത് ഭയങ്കരം തന്നെയാണ്. അതൊരു ദിവസം ഞാൻ ഇങ്ങനെ ഹനുമാനാ രാമകുട്ടി ആശാൻ്റെ ഹനുമാൻ രാമകൃഷ്ണൻകുട്ടി പുതളാശാൻ ഇവർ ചെണ്ടയ്ക്കൊക്കെ ഇവർ വന്നിട്ടുണ്ടേ. അപ്പം ഞാനവിടെ ഇത്രയല്ലേ ഉള്ളൂ, അവിടെ നിൽക്കുക. അപ്പം ഈ ശ്ലോകങ്ങൾ ചെല്ലിയോടുകൂടി ഹനുമാൻ എന്ന് പറഞ്ഞ അവിടെ ഒരു ഞെട്ടിക്കലുണ്ടല്ലോ, ആ ഞെട്ടി ഞാനാ ഞെട്ടി. ശരി. ശരി. ആരാ പാടിയിരുന്നത്? അന്ന് നമ്പീശനൊക്കെ. ഓക്കെ ഓക്കെ. അപ്പം അന്നാണ് ഈ കൃഷ്ണപുരാളും ഇവരെ ഈ ഇതിങ്ങനെ ഒരു വല്ലാത്തൊരു ഹനുമാൻ്റെ ആ ഭാവം കൊട്ടിൽ ഭാവം വരുത്താന്നല്ലേ? കൊട്ടിൽ ഭാവം വരുത്തുന്നതായ ഒരു അത് അന്ന് മൂലക്കേക്ക് ഈ കൊട്ടിനോട് വലിയ താല്പര്യം, അതിനോട് പിടിച്ചെടുക്കാനുള്ളതായ ഒരു കഴിവ്. അവസാനം ജനങ്ങളൊക്കെ പറഞ്ഞു കുട്ടന്മാരാശാൻ കൊട്ടും പോലെ കൊട്ടുണ്ട്, കുട്ടന്മാരാശാനെയൊക്കെ കൊട്ടു. അല്ലാന്ന് വെച്ചാൽ നമ്മളാ ചെറുപ്പത്തിലുള്ള ആ ശീലനാണ്. ആശാൻ്റെ ഒപ്പം നിന്ന് കൊട്ടുമ്പോൾ ആശാനെ പോലെ തന്നെ ഞാനും പോണത്. അപ്പം അച്ഛന്മാരൊക്കെ എന്താ അങ്ങനെ നോക്കുകയെ. അപ്പോൾ മൂപ്പരും നോക്കും, ആശാനും നോക്കും, ആ കേട്ട് കൊട്ടുക. എനിക്ക് ചില ഓർമ്മകളെ നമ്മുടെ കളരിയിലെ കാലകേവത്തിലെ ഭവതീയ നിയോഗം, മാതലേ നിശമയ ഒക്കെ അടന്തയിലുള്ള കലാശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഴയ്ക്കും, എന്നിട്ട് പിന്നെ ചീത്ത കേൾക്കും, പിന്നെയും ചെയ്യും. ആ കാലഘട്ടമൊക്കെ ഓർമ്മല്ലേ? പിന്നെ ചത്രാർത്ഥം ചക്രഗുണമുള്ള ശൗര്യഗുണത്തിൻ്റെ ഒക്കെ ആ ഭാവങ്ങളും. അതുപോലെ ഭഗവത്തിലൊക്കെ കുട്ടി ഒരു തവണ ശംഭുംബ്രാമരി കൃഷ്ണുണ്ടേശാണ്ടായതിൽ അന്നാണ്. അപ്പോൾ കൃഷ്ണുണ്ടേശാനും ഞാനൊക്കെ ഉണ്ട് എല്ലാവരും കൂടി. അപ്പോൾ ശംഭുംബ്രാതി പറയാം, ഇന്നലെ ഭഗവത്തിനൊരു കൊട്ട് കൊട്ടിയിട്ട്. പക്ഷേ ഞാനതറിഞ്ഞില്ല. ആ കൊട്ടിൻ്റെ ഒരു വൈഭവം പറയാം. പക്ഷേ ഞാൻ കൊട്ടി എന്നാണ് എനിക്കിപ്പോൾ ഒരു വൈഭവത്തോടു കൂടി കൊട്ടിയതൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിൽ കഥകളി ആരെങ്കിലും നിറഞ്ഞു നിന്നിരുന്ന ചെണ്ടയും മദ്ദളക്കാരും ഒക്കെ ആരൊക്കെയായിരുന്നു? പേര് ഓർമ്മയുണ്ടോ? കൃഷ്ണൻകുട്ടിപ്പുവാള്, അപ്പുട്ടിപ്പുവാള്, പിന്നെ ചുണ്ണിപ്പൂവാള്. ആര്? ചുണ്ണിപ്പൂവാള്. ചുണ്ണിപ്പൂവാള്. ഓക്കെ ഓക്കെ. ചന്ദ്രമണ്ണാടി. ചന്ദ്രമണ്ണാടി ഒക്കെയാണ് അന്നത്തെ വരിക ഉത്സവകാലത്ത് ചെണ്ടയിൽ. അതിപ്പോൾ മറ്റൊരു അത്ര അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ തൃത്താല കഴിഞ്ഞപ്പോഴാണ് തായമ്പേരി.
എല്ലാവരും കുഞ്ഞുട്ടന്മാരാലും മണിമാരാലും അപ്പുമാരാലും ഇങ്ങോട്ട് കടന്നില്ല അന്ന് അവരുള്ള കാലത്ത്. നമ്മുടെ കളരിയിൽ ഇവരൊക്കെ വന്നിരുന്ന ഓർമ്മയില്ല? തൃത്താല കേശവേട്ടനും പൂക്കാട്ടി ദിവാരപ്പതുകളും ഒക്കെ ദിവാരപ്പോളായിട്ടാണ് കൂടുതൽ ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ വരാറുണ്ട്. കേശവേട്ടനെ കുടിക്കാൻ പോണൊക്കെ കാണും, കൊട്ടൊന്നും കണ്ടില്ല. ശരി. ഇവര് സാധകത്തിന് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് കളരിയിൽ ചൊല്ലിയാട്ടത്തിന് അത് നമ്മളെ ശ്രീകുമാരൻ തമ്പുരാനൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ അപ്പോൾ തമ്പുരാൻ സിഗരറ്റ് തരിക. ഇതൊരു നെയ്യ്, ഒരു കുപ്പി നെയ്യ് കുടിച്ച ഫലാന്നാണ് സാധനം ചെയ്ത് വെച്ചാൽ കേശപ്പുകൾ പറയാ. എന്താ കേശപ്പെടുന്നേ? അപ്പോൾ കാലഘട്ടങ്ങൾ. അതെ 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 അതെ. അന്ന് പ്രസിഡന്റ് സംസ്കൃതം ടീച്ചർ വരെ ശ്രീകുമാരൻ്റെ അമ്മ അമ്മയാണ് എന്നെ ട്യൂഷനൊക്കെ എടുത്ത് സംസ്കൃതം കുറേ കഥകളും രാമായണങ്ങളും ഒക്കെ പറഞ്ഞ് അവസാനം സീതയെ ഉപേക്ഷിക്കുക ആ കാട്ടിൽ. ആ സമയത്ത് സങ്കടം വന്നിക്കി. സത്യത്തിൽ ഞാൻ കരയാൻ തുടങ്ങി. എന്താ ഉണ്ണീഷൻ കരയാ എന്നോട്? ഉണ്ണീഷനൊക്കെ മനസ്സിലായിരിക്കണം. മതി, പിന്നേക്ക് പോകേണ്ടി വന്നില്ല. പിന്നെ ചോദിച്ചാളോട് പറയും. പിന്നെ ആമയ്ക്ക് സുഖമില്ലാണ്ട് തമ്പ്രാട്ടിക്ക് കൃഷ്ണകുമാരൻ്റെ കണ്ണ് കാണാത്ത അവിടെ അന്ന് ഈ ആട്ടങ്ങളൊക്കെ നിങ്ങൾ ചെണ്ടക്കാർ പഠിക്കേണ്ടിയിരുന്നു. ആട്ടങ്ങൾ ശ്ലോകങ്ങളും കുട്ടന്മാരായ കൃഷ്ണകുട്ടിദാസനോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവൻ ആട്ടങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ അദ്ദേഹം നന്ദുമാരേനെ കണ്ട് അയാൾക്ക് കുറച്ച് കയ്യക്ഷൊക്കെ ഉള്ള ആളാണ് ഈ ആട്ടങ്ങൾ ചത്രാസും തക്കതോണോ ഭീമദാന് അവിടെ നിങ്ങളുടെ ആട്ടങ്ങൾ. അതുപോലെ കല്യാണ സൗന്ദര്യം ഭീമൻ്റെ കാലകേവസം, അതുപോലെ ഉത്ഭവം രാവണൻ, ഇങ്ങനെയുള്ള കഥകളൊക്കെ എഴുതി തന്നിരുന്നു. ഇതൊക്കെ പഠിക്കണം, ആട്ടം പഠിക്കണം. ഒക്കെ നോക്കുമ്പോഴേക്കും കുറേശ്ശെ പൊട്ടിയൊക്കെ ഇതാകുമ്പോഴേക്ക് വേഗം പിന്നെ മുദ്രകൾ കുറേശ്ശൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും നമുക്ക് തന്നെയാണല്ലോ ശ്രദ്ധ. അതെ അതെ അതെ. അപ്പോൾ വേഗം ഇങ്ങനെ ഇങ്ങോട്ട് വരും. ചെറുപ്പല്ലേ, ഏതിനും ഇങ്ങോട്ട് വശീകരിച്ച് പിടിക്കാനുള്ള ഒരു കഴിവേ ആ ചെറുപ്പത്തിൽ അത് ഇതാണ് അത്. അപ്പോൾ അത് ഇപ്പം മേളാണെങ്കിൽ ശരി, ഇപ്പം മേളൊക്കെ ഞാൻ കേട്ട് കൂട്ടത്തിൽ കൂടി തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേളം കൊട്ടാൻ തന്നാലേ മേളം കൊട്ടാൻ അറിയില്ലായിരുന്നു. ശരി. ഞാൻ ഉത്സവകാലത്ത് തൃക്കണ്ടൂർ നാരായണന്മാരാര് പിന്നെ ആരും ഒന്ന് രണ്ട് ഞാനും പോയി നിൽക്കും. വലിയ ഉത്സാഹം മേളം കൊട്ടാണ്. അപ്പം ഇവരെ ശൈലി നിൽക്കറിഞ്ഞൂടാ. ഇവര് ചെമ്പടയാണ് കൊട്ടുള്ളത്. പക്ഷെ തായമ്പകാല ശൈലി ഞാനീ കൂടി ഞാനാ കുട്ടി ശീലമില്ല. അപ്പം കൃഷ്ണകുണ്ടേശൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊട്ടിയാൽ മതിയില്ലേ എനിക്കതൊന്ന്. അങ്ങനെ നോക്കുമ്പോൾ അന്ന് തൃത്താലക്കാര് ഉച്ചപ്പൂരി വേള കൊട്ടാൻ വന്നുള്ളൂ. അപ്പം ശരിക്കും ഈ കൊട്ടിക്കൊടുക്കാൻ ഇവർക്ക് അറിയില്ല. ഒരു വലന്തരയിലേ കൊട്ടി കൊടുത്തിട്ട് വേണം ഉച്ചപ്പൂരി മേളം നോക്കാൻ. അങ്ങനെ കലാശീലം കേശവനെ അതുവരെ വാരിക്കാർ കൊടുത്തു. അങ്ങനെ ഒരു കാലമുണ്ട്. പിന്നെ തൃക്കണ്ടൂർ നാരായണന്മാരാണ് ആൾ അത്യാവശ്യം കൃഷ്ണമാരാശാനെയൊക്കെ മേലെ തായമ്പ കൂട്ടിയൊരു വ്യക്തിയായിരുന്നു പറയും. അതുപോലെ മൃഗേതക്കൊട്ട കൃഷ്ണമാരാണ്. പക്ഷെ ഞാൻ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഗംഭീര ഒരു തായമ്പക. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു തായമ്പക കേട്ടില്ല. ഇത് ഇത്രയും വലിയൊരു കേമനായ വ്യക്തിയാരാ പോയി നോക്കിയതാ. അപ്പോൾ നോക്കുമ്പോൾ മൃഗേതക്കോട്ട കൃഷ്ണമാരാണ് സന്തോഷമായി. പക്ഷെ അയാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടാരും പോവില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ ഈ നൃത്തം ശരി ഇങ്ങനെ കൊട്ടുക. പക്ഷെ അയാൾ കൊട്ടുന്നതിൻ്റെ ആ കല ഉണ്ടല്ലോ, അത് ഒരു കലാകാരന്മാർക്കും കണ്ടില്ല. നല്ല കുട്ടന്മാരാശാൻ്റെ ഒപ്പം മേളപ്പദം കൂട്ടിയിട്ടുണ്ടോ? പിന്നെ ഒക്കെ ഞാൻ പോയതിന് ശേഷം ഞാൻ പോകുമ്പോൾ ഉണ്ണീഷന് 9-10 വയസ്സേറ്റേ ആയിട്ടേ ഉള്ളൂ, അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ പുതുതാളാശാൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടോ? പുതുതാളാശാൻ്റെ ഒപ്പം ഞാൻ പോയി താളൊക്കെ പിടിക്കാൻ. ഓക്കെ താളം മൂപ്പരിങ്ങനെ നോക്കും. മൂപ്പരൊപ്പം താളം പിടിച്ചാൽ എത്തൂല നമ്മൾ. മൂപ്പര വഴി ഒരു വല്ലാത്തൊരു വഴിയാണ്, ഏറ്റവും അടഞ്ഞ പിടിച്ച വഴിയാണ്. അപ്പോൾ ഇത് തെറ്റിപ്പോകുമ്പോഴേ ഇത് അപ്പം നമ്മൾ നോക്കും. മറ്റേ കുട്ടന്മാരാശാൻ്റെ ശൈലിയല്ല കുട്ടന്മാരാശാനെ. മൂപ്പർക്കൊരു ഒരു പ്രത്യേക ഇടം കൊള്ളിക്കുന്ന വഴികളാണ്. ആ കുട്ടികളാകെ ഞെട്ടിപ്പോവും. കുട്ടന്മാരാശാൻ അങ്ങനെയല്ല.
കുട്ടന്മാരാചാൻ ആ പക്വത വെച്ചാൽ കുട്ടികളെ മാനസികമായ ആ പക്വതയ്ക്കനുസരിച്ച് മുമ്പിൽ നോക്കും. മുമ്പിൽ കഴിവില്ലായിട്ടല്ല, അതെ. മുപ്പര് മറ്റാർക്കും അതില്ല. ഒരാളാണ് കുട്ടികൾ പുറപ്പിടിക്കുക തന്നെയാണ്. അപ്പം ശരിക്കും കുട്ടികൾക്ക് അത് ഒരു ഞെട്ടലാ. അല്ല വഴികൾ കേമാൻ തന്നെയാണ്. ഇപ്പം കിട്ടേണ്ട മറ്റേ പീഡി നമ്പൂരിക്കൊക്കെ ശിഷ്യത്വം കിട്ടില്ല. ആ പാട്ടും കുട്ടും ഒക്കെ ഉണ്ട് വേലി. അപ്പോൾ അത് ശിഷ്യന്മാരാരും മോശക്കാരില്ല. പിന്നെ നെയ്റ്റൻ കേശവേട്ടൻ ശിഷ്യനാണ്. മലയാളിയുടെ ഒപ്പം കൂട്ടിയിട്ടുണ്ടോ? മേളപ്പദം കൂട്ടിയിട്ടുണ്ട്? മലയാളിയൊപ്പം അതങ്ങനെ വേണ്ടി വന്നില്ല. വേണ്ടി വന്നില്ല. അച്ഛനൊപ്പം ആശാൻ്റെ ഒപ്പം വേണ്ടി വന്നില്ല. പക്ഷെ അവർ സാഹിബിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം ഇങ്ങനെ ധാരാളം മേളത്തിന് കാണാണ്ട് ഉണ്ണീഷൻ. മേളത്തിനുണ്ട്. പിന്നെ ആറന്മുള കളിക്ക് വിളിക്കാറുണ്ട് ഇടയ്ക്ക്. ആറന്മുളയല്ല, എന്താണ് ആ സ്ഥലത്ത്, മാവേലിക്കര ഭാഗത്ത് അല്ലേ? അപ്പോൾ അത് പുറപ്പാടും മേളപ്പതാണ് കാര്യമായിട്ട് ഇപ്പോൾ വേണ്ടത്. ഓക്കെ. അവർക്ക് വേറെ ഒന്നും വേണ്ട. അത് രവി ഉണ്ടാവും, കോട്ടയം നാരായണൻ, ഞാൻ, ആ സ്വാമിക്ക് അതാണ് ഇഷ്ടം. ഞങ്ങളെ മേളപ്പദം കേൾക്കണം, അതാണ്. അങ്ങനെ ഒരു മോശമില്ലാത്ത. പിന്നെ കഥകളിക്കൊട്ട് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ശൈലിയും നമ്മുടെ ആ കാലഘട്ടത്തിൻ്റെ ശൈലിയുള്ള അത് മോശമായി. ആ വിജയരാഘവനും മറ്റേ മനീഷും കൂടി മേളപ്പം കൊട്ടിയിരുന്നു. ആരെ? തിരുവപ്പറയുന്നേ. ഈ താമ്പ് കൊട്ടും പോലെ മേളപ്പം കൊട്ടിയാക്കിയാലേ ശരിയാകും. ഞാൻ പിന്നെ അത് പറയാം. ആരാതെ? വിജയരാഘവനുണ്ട് മനീഷും കൂടിയാണ്. ഓക്കെ. ഡബിൾ മേളപ്പതാ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇവർ ഈ താഴ്മകളുടെ ശൈലിയിലൊക്കെയാണ് പോണതേ. ഗിന്നക്കാണ് ഗിന്നക്കാന്നൊക്കെയുള്ള വഴിയിലാണ് പോണത്. അപ്പം ഞാൻ ഇതുവരെ കേട്ടില്ല സമ്പ്രദായം. അപ്പോൾ പിന്നെ അല്ല, വേഷത്തിന് കൂട്ടുന്നത് അന്നത്തേത് ഇന്നത്തെയായിട്ട് വ്യത്യാസം ഈ മുദ്രയ്ക്ക് കൂടുതൽ ഈ തെരനോട്ടിനൊക്കെ വ്യത്യാസം കാണും വളരെ. പണ്ട് ഞാൻ കഥകളിക്ക് പോയപ്പോൾ ഒരു വേഷം തെരനോക്ക് കിട്ടിയപ്പോൾ ഒരാൾ രാവിലെ കയറി വന്ന് പറഞ്ഞു, ആ കുട്ടന്മാരാശാൻ്റെ ആ തെരനോക്ക് പഴയ തെരനോക്കിൻ്റെ കൊട്ട് എന്നാണ് കേട്ടത്. അത് പറയുക. ശരി. അപ്പം അതുവരെയുള്ള തെരനോക്കല്ല അവരിപ്പോൾ കൊട്ടണമെന്നുള്ളത് തന്നെ. എന്താപ്പം അവരോട് പറയാം, ഒന്നും പറയാൻ പറ്റില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത്രയേ നമുക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. എന്താ അറിയോ, ഈ വലിയ വലിയ കലാകാരന്മാരൊക്കെ ആയിട്ടുള്ള ഈ കൂടിക്കാഴ്ച, വീട്ടിലുണ്ട് പുതാരാജൻ, അവരപ്പോഴും പുതാള്, അങ്ങനെ കുട്ടന്മാരാരാജൻ, മുണ്ടാടിയാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിട്ടുള്ള അവരെ അരങ്ങിൻ്റെ രാംകുട്ടി നായർ, അവരാ പ്രവർത്തന ശരിക്കും പറഞ്ഞാൽ ആ രാംകുട്ടി നായർ പരശുരാമനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പരശുരാമൻ തന്നെയാണ് വരും അല്ലേ? പരശുരാമൻ തന്നെയാണെന്ന് അർത്ഥം. കൊണ്ടാടി ഞാൻ ആ പല്ലശ്ശേരിന്നാണ് കണ്ട്. അത് കണ്ണെടുക്കാൻ പറ്റൂല, അത്രയും നല്ല പോകും. ഞാൻ ആണിയറ നിൽക്കുക, ഞാൻ പുറത്തേ ഒരാ വേഷം കിട്ടിയിട്ടേ. അപ്പോൾ രാമടേശൻ്റെ വേഷത്തിന് കൊട്ടിയിട്ടുണ്ട്? ഇല്ല അല്ലേ? ഓക്കെ. പക്ഷെ അരങ്ങം തമർത്തും ഞാൻ പിന്നെ നോട്ടൊന്നുമില്ല മുമ്പിൽ, വയസ്സാണെന്നുള്ളത്. പിന്നെ ഈ ഉത്ഭവം ഒക്കെ ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ഞാനൊക്കെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇവരൊക്കെ വന്ന് ഇവരെ കൊട്ടൊക്കെ കേൾക്കും, ഞാൻ ഉറങ്ങിപ്പോയി. ഇത് കേൾക്കാനുള്ള ആരോഗ്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടം കേൾക്കണം എന്നുണ്ട്, പക്ഷെ കേൾക്കാനുള്ള ആരോഗ്യമൊക്കെ ഇല്ല. പിന്നെ ഞാൻ നല്ല ഒന്നേരൊന്നും കേട്ടില്ലല്ലോ, കാര്യമൊന്നും തോന്നും, കേൾക്കലുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീഷ്ണൻ, അമ്മ പഠിപ്പിക്കുക, അപ്പം ഞാനത് ആദ്യം സ്ത്രീ ചെണ്ട പഠിപ്പിക്കുക. ഇപ്പോഴാണ് ഈ പെൺകുട്ടികൾ കൂട്ടുന്നത് കാണാറ്. ഞാൻ പോണ കാലത്തൊന്നും പെൺകുട്ടികളൊന്നുമില്ല. അപ്പം അമ്മ പഠിപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് അമ്മ പഠിപ്പിച്ചിരുന്നത്? അതിൻ്റെ ശൈലി എന്തായിരുന്നു? അമ്മ ഒരു ടിന്നിൻ്റെ കെട്ടി ചെണ്ടയാക്കി തന്ന് ചരലൊക്കെ ഇട്ട് കെട്ടി ഒരു കോലും അങ്ങനെ ആദ്യം ശിവേലിക്ക് എഴുന്നള്ളിക്കാൻ പാണി കൂട്ടിയ. പാണി പറഞ്ഞ അമ്പലത്തിൽ പാണി അമ്പലത്തിൽ കൂട്ടുന്നൊരു പാണിയുണ്ട് ശിവക്ഷേത്രത്തിൽ. അത് സാധാരണ ചെറിയ കഷ്ടം, എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പോൾ പണ്ട് കുട്ടന്മാരാശനെ വിളിച്ചിട്ട് നമ്മളൊരു സത്യമുണ്ട്, പുണ്യേട്ടൻ്റെ മുപ്പനൊരു കാരണവരെ മകൻ്റെ ഒരു കുട്ടിയുണ്ട് ഇവിടെ പഠിക്കണം. എന്നെ വിളിച്ചു. അപ്പം ഞാൻ കുറച്ച് കൂട്ടുകൊട്ടൊക്കെ കെട്ടി കുറച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മുപ്പനെന്നെ വിളിച്ചു. ഞാനാകെ ഞെട്ടി പോയി. അവനെ ആ പൂജക്കൊട്ടൊന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പൂജക്കൊട്ട് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഈ പാണിയാവണോ,
ശിവൻ്റെ പാണി. അതാണ് കൂട്ടി. ഇങ്ങനെയാണോ പൂജ കൂട്ടുക? അപ്പോൾ സംഭവം ശരിയെ തെറ്റിൻ്റെ തെറ്റിപ്പോയി. ഞാൻ പൂജ ഇങ്ങനെയാണ് കൂട്ടുക പറഞ്ഞു. ആ മൂപ്പര് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതുപോലെ പൂജ കൂട്ടി കാണിച്ചു കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അമ്മയുടെ കാലം അമ്മ ഈ ചെണ്ടയൊക്കെ എടുത്ത് അങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. എങ്ങനെ പ്രദക്ഷിണം വയ്ക്കും? ആ വീടിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആദ്യം മുകളിൽ ചെയ്യുന്ന പോലെ പ്രദക്ഷിണം വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഓരോന്ന് കൊട്ടണ്ടോടത്ത് ഇങ്ങനെ കൊട്ടിച്ച് അവയ്ക്കും ഒരു രസമാണ് കുട്ടി. അങ്ങനെയാണ് അമ്മ ഗുരുനാഥനായത്. അപ്പം അത് എൻ്റെ വൈഫുണ്ട്. അപ്പം അമ്മയ്ക്ക് അറിയാം. ഇപ്പം ചേങ്ങലം കുട്ടല് ആദ്യം ചേങ്ങലം കുട്ടിക്കലാണ് ഉണ്ടായത്. പാണി ശിവൻ്റെ പാണി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രശ്നമേ ഉള്ളൂ. അത് ബിബീം ഭീം ഭീം ഡീം 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 നോം ഡീം നോം ഡീം നോം ഡീം 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 തത്തീം ദീം 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 തത്തീം ദീം ദീം നോം 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 ദീം ദീം തത്ത ദീം ദീം തത്തീം തദീം തത്തീം ദീം. ഇതേയുള്ളൂ പണിയിലായി. അപ്പം അത് ചെറുപ്പം മൂലൊക്കെ അപ്പം അത് കൂട്ടത്തിൽ കൂടി നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ വരുന്നവരൊക്കെ നമ്മളെയൊക്കെ അബദ്ധം. ഈ അബദ്ധമുള്ളവരാകുമ്പോൾ എന്താ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അവരെ ഇത് തെറ്റ് വന്ന് നമ്മൾ തെറ്റ് വരാതെ നോക്കും. അങ്ങനെ ആ പാണിയുടെ കൊട്ടും അതുപോലെ അതിനുള്ളിൽ പൂജ ശിവേലി പൂജ പോലെ അതും ഇതൊക്കെ അമ്മ പഠിക്കും. അത് ഈ 3 പ്രതിഷ്ഠ വെക്കണം. ഇതൊക്കെ അമ്മ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. ഞാനും ചെറുപ്പം പോലെ ആയതുകൊണ്ട് അത് ഞാൻ കൂട്ടത്തിൽ കൂടി അങ്ങനെയാണ് കുറേ വീഴ്ചകളും. അങ്ങനെയാണ് കൈ ഉരുളാൻ പഠിച്ചത്. അങ്ങനെയാണ് ഈ നാദം ആയുള്ള ബന്ധം. അപ്പം ഈ നാദം കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊരു നല്ല നല്ല നാദങ്ങൾ കേൾക്കുമ്പോൾ ചെറുപ്പത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരു ഇപ്പോൾ ഈ വാട്ടർ ഇപ്പം ഇന്നത്തെ കാണുന്ന ഈ വെള്ളത്തിലൊക്കെ ഓടിക്കുന്ന ഇതൊക്കെ ആണല്ലോ വോട്ടൊക്കെ. ആ കുട്ടികൾക്കൊക്കെ വലിയ കൗതുകമാണ്. അങ്ങനെയുള്ള ചില നാദങ്ങൾ അത് കേട്ടപ്പോൾ ഈ നാദത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. പിന്നെ പേടിക്കാനില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള എല്ലാ ചെണ്ടക്കാരേക്കാളും ഭാഗ്യവാനാണ് ഉണ്ണീഷ്ണൻ. കാരണം അമ്മയിൽ നിന്ന് പഠിക്കുകയാണല്ലോ. അത് ഇവർക്കാർക്കും കിട്ടാത്തൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. ഭാഗ്യം ഞാൻ അനുഗ്രഹം. അവരത്രയും അച്ഛന് വേണ്ടിയിട്ട് അച്ഛനെ സഹായിച്ചതാ. അച്ഛനാണ് ഇപ്പോൾ ഒരു ശുദ്ധ മനസ്ഥിതി. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ അമ്പലത്തിൽ കൊട്ടുന്നുണ്ട്. അപ്പോൾ ദീപാരാധന കൊട്ടുന്നുണ്ട്, ഉച്ചപൂജ കൊട്ടുന്നുണ്ട്, അത്താഴപൂജ കൊട്ടുന്നുണ്ട്. അതിനൊക്കെ വേറെ വേറെ അതുവേ അത് ഈ കഥകളി ചുണ്ട പഠിച്ചവർക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും. അതുവേ ഇല്ല പരിധി ബന്ധം വേണം നമ്മളെ. ഇപ്പം നമ്മളെല്ലാവരെയും കാണുമ്പോൾ എല്ലാവർക്കും അത് നമ്മൾ വേറെ ചിലരെ കാണാൻ പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ. ആളെന്ന് വിചാരിച്ച് നമ്മളൊരാൾ പെരുമാറിപ്പോയാൽ ചിലപ്പോൾ അയാളാവില്ല. അതൊക്കെ വന്നിട്ടുണ്ട്. ആൾ മാറേണ്ട വന്നു ചിലല്ലേ. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഏൽക്കേണ്ടി വരും. അങ്ങനെയും വരാം. അങ്ങനെയൊക്കെ പോയി. അപ്പോൾ നമ്മളെല്ലാവരായിട്ടും വരുമ്പോൾ അതുപോലെ നമ്മളെല്ലാവരായിട്ടും സഹകരിക്കുമ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാവർക്കും അത് എല്ലാ കുടുംബത്തിലും ഇഷ്ടപ്പെട്ടോന്നില്ല. ചിലർക്ക് ഇയാളെന്തെന്ന് വരാൻ ഉള്ള ചോദ്യം വരുമ്പോൾ അതെല്ലാ മേഖലകളിലും ഉണ്ട്. അല്ല, അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, എനിക്ക് ചിലപ്പോൾ ഈ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്താ ഉച്ചപൂജയും ദീപാരാധനയും വ്യത്യാസം. രാവിലെ 3 മണിക്ക് ശങ്കുളിക്കണം തുപ്പറങ്കോട്. അങ്ങനെ ഒരു തവണ അമ്മായി എന്നെ എടുത്തുകൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു അമ്മായി ശങ്കും ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. പടി അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു പാണാട്ട് ഒരാളുണ്ട്. ഭ്രാന്താണ് അയാൾക്ക്. അയാൾ മുണ്ടൊക്കെ പൊതച്ച് തടിയൊക്കെ നരച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ പഠിക്കലേ ഇതിങ്ങനെ കണ്ടോടുകൂടി അമ്മായി ആകെ ഉരുണ്ട് പടഞ്ഞ് ഞാനും അമ്മായി പേടിച്ചു എല്ലാം കൂടി അതാ എടുക്കണം. ആ ഉണ്ട മോൻ എന്ന് പറഞ്ഞാൽ അമ്മായിൻ്റെ അടുത്ത് ആ 3 മണിക്ക് ശങ്കുളിക്കാൻ പോകാം.
ആ 3 മണിക്ക് ചങ്കൂളി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു ശിവേലി ഒരു 6 മണി കാലത്തെ ശിവേലി ഒരു 6 ആകുമ്പോഴേക്ക് രാവിലെ ശിവേലിയാവും. അതിന് പോകണ്ടു. അന്ന് അവരെ കൂടാ 2 കൂടാ. അത് കഴിഞ്ഞാൽ പിന്നെ ശംഖാഭിഷേകത്തിന് മേളുണ്ട്, പിന്നെ പന്തീരടി, അതുപോലെ ഉച്ചപൂജ, ഉച്ചശിവേലി ഇതൊക്കെ ഉണ്ട്. ശംഖാഭിഷേകം സാധാരണ നമ്മളെ കൂടാണെങ്കിൽ ഇതുമ്പം പോരേ. നമ്മൾ നേരത്തെ പോയിട്ട് 2-3 പൂജ ഉണ്ട്. ശിവനുണ്ട്, ഇടയ്ക്കേ വേണ്ടു. പാർവതി കാരണത്തിൽ ഞാൻ ശിവേലിക്ക് 2 പാണിയൊക്കെ കൊട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ പാർവതി പൂജ ഉണ്ട്, ശിവന് പൂജ, അങ്ങനെയൊക്കെ 2-3-4-5-6 പൂജ ഉണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശംഖാഭിഷേകമായി മൃത്യുഞ്ജോമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞാൽ മൃത്യുഞ്ജോകം കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജയായി. ഉച്ചപൂജ കഴിഞ്ഞാൽ ഉച്ചശിവേലി. അപ്പോൾ കുറച്ചുണ്ട് തുപ്രംകോട് കാര്യങ്ങളെ. ഇത് സ്വന്തം നമ്മളെ കൂടാതെ നമ്മളതിലൊക്കെ ഉൾക്കൊള്ളണം. അല്ല, അതൊക്കെ പഠിച്ചതുകൊണ്ട് കുറേ കൂടിയും അനുഭവം ഉണ്ടായല്ലോ. പിന്നെ അന്ന് ഇപ്പോൾ ഈ കുട്ടന്മാരാശാൻ്റെ പഠിപ്പിക്കേണ്ട മൂപ്പര് നിൽക്കണോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മേളാപ്പത്തിനൊക്കെ മുടി കുറച്ച് ഇതാക്കിയിട്ട് നീട്ടിയിട്ട് ചമ്മടവട്ടൊക്കെ വന്നാൽ മൂപ്പരെ മുടി കീഴ്പ്പെട്ട് വന്നിട്ട് തട്ടിയിടും. ആ വിഹിത പത്മാവതി അവിടെ മുടി ചാടും. അതുപോലെ മൂപ്പരെ കയ്യിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു തവണ എൻ്റെ തായമ്പ വെച്ചു അവിടെ എന്താ നിറമാല എന്താ. അപ്പോൾ കൃഷ്ണദേശനുണ്ട്. അപ്പോൾ മുപ്പത് ഓടിയും കൊണ്ട് വന്നോണ്ട് പറഞ്ഞേ ഒന്ന് ഡബിൾ ആയിക്കോട്ടെ. അപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. ആരപ്പോൾ ഡബിളിന് ഇതിപ്പോൾ ഡബിളിന് പിന്നെ ഇപ്പോൾ ആശാൻ തന്നെയാണ് ഡബിളിന് വരാൻ കുട്ടന്മാരെ കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കയ്യിൻ്റെ നാദമുണ്ടല്ലോ, ഞാൻ ആകെ തരിച്ചു. എനിക്ക് കൊട്ടാനാവുന്നില്ല. ജെണ്ടയുടെ മുകളിൽ കോലും കയ്യും വെക്കാനാവുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ നാദത്തിലാണ് ലയിച്ചു. ആ ഇടത്തെ കയ്യിൻ്റെ ഒരു നാദം ശരിക്കും ക്ഷേത്രങ്ങളിൽ മണി നടിക്കുന്നത് ഒത്തിരി നാദം ചെറിയതല്ല. കൈ വേഗം പൊട്ടും ചെയ്യും. അന്ന് തായ്പ കൂട്ടി കൈയൊക്കെ പൊട്ടി. മൂപ്പരെ പഠിപ്പിക്കണതിൻ്റെ ശൈലി എങ്ങനെയാണ്? അല്ലാണ്ട് ശിക്ഷ കൂടുതലാണോ? അത് വല്ല മൂപ്പർക്ക് കുറച്ചൊരു വിഷമമുണ്ട്, വാത്സല്യമുണ്ട് അല്ലേ? അല്ല, കുട്ടികൾ നന്നാവണം എന്നുള്ളൊരു പ്രത്യേകം നമ്മളൊരു കുട്ടികളാണ്. മൂപ്പർക്ക് പിന്നെ കുട്ടികൾ ശിഷ്യന്മാർ വളരെ കുറഞ്ഞിട്ടാണ് വന്നത്. അവസാനം അപ്പം ഞാനാ മൂപ്പരെ പ്രായത്തിൽ വരുന്നത് 8-9 വയസ്സിൽ. മൂപ്പരൊരു 5-8 വയസ്സിൽ പേരെടുത്താണ് കേരളത്തിൽ കോട്ടക്കൽ കുട്ടന്മാരാജ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഇടത്തെ കയ്യിൻ്റെ അതും ഭയങ്കരമായിരുന്നു. അത് ബാലേന്ദ്ര വാര്യർ നാളോട് പോയി ചെന്നപ്പോൾ എന്നോട് പറയും, ഡോക്ടർ ബാലേന്ദ്ര വാര്യർ കൃഷ്ണൻകുട്ടി ഇപ്പോൾ എന്താ പറഞ്ഞറിയുമോ ചോദിച്ചു. ആ കുട്ടൻ്റെ ആ ഇടത്തെ കയ്യൊന്നൊക്കെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അത്രയും നല്ല ഒരു അന്നേ കാലത്തെ 8 വയസ്സിൽ മൂപ്പര് കേരളത്തിൽ പേരെടുത്ത ആളായിരുന്നു കോട്ടക്കൽ. പിന്നെ അന്നൊരു വെളുത്ത കുട്ടന്മാരുണ്ടായിരുന്നില്ലേ, ഓർമ്മയില്ലേ? അദ്ദേഹത്തിനും നല്ല കലാകാരൻ. അദ്ദേഹം പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം നിലനിന്ന് പോരുകയാണെങ്കിൽ കുട്ടന്മാരാശൻ പറഞ്ഞു കേട്ടു, ഇന്ന് കൃഷ്ണൻകുട്ടിപ്പാടൊന്നും ഇല്ലാതാണ്. അത്രയും ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ വന്നിരുന്നത് ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിനൊരു സൂക്കടായി. ചെറിയ കൃഷ്ണൻകുട്ടിയാച്ചാൻ്റെ നിയോഗം പോലെ വന്നു. കൈ ഇങ്ങോട്ട് ഒരു പിടുത്തം കൊട്ടാൻ വയ്യാണ്ട്. പിന്നെ കുറേ കാലം കഴിയുമ്പോഴേക്ക് കൈയൊക്കെ ഇങ്ങനെ വരച്ച് പറിച്ചിട്ട് പോലെ പോകാൻ ഭയങ്കര ഒരു കലാകാരനായിരുന്നു അത്രേ. പിന്നെ ഒരു പോരൂർ കുട്ടേട്ടുണ്ടായിരുന്നില്ലേ, മുഖത്തൊക്കെ കുത്തായിട്ട്? അത് അച്ഛൻ്റെ പെങ്ങളെ മകനാണ് കുട്ടേട്ടൻ, കേശവേട്ടൻ. രണ്ടാളും പോയി. കുട്ടേട്ടൻ നല്ല ഇതായിരുന്നു. ആദ്യം ഒരു തായമ്പൊക്കെ ആയിട്ട് ഇവിടെ നടന്നിരുന്നു ഒരു കാലത്ത്, ഇടയ്ക്കൊക്കെ ആയിട്ട്. പക്ഷെ ആ കാലഘട്ടം ഞാൻ കേട്ടോ. അതെ, അതെനിക്ക് ഓർമ്മയുണ്ട് അത് കാലഘട്ടം. പിന്നെ അന്നത്തെ മദ്ദളാശാമാരൊക്കെ ആയിരുന്നു ഇവിടെ? അന്നത്തെ അച്യുതൻ നായർ ആരാണ് കാര്യമായിട്ട്. പിന്നെ ശങ്കരനാരായണ മേനോൻ്റെ ഒപ്പം കൊട്ടിയാച്ചാൽ ദേശീയ കാരണം പ്രായം തന്നാണ്. അപ്പം എൻ്റെ ഒപ്പം കുട്ടിയാൾ എത്തൂല്ല. പിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മേളപ്പം വെച്ചത്. എൻ്റെ ഒപ്പം മേളപ്പം വെച്ചതേ. അയാളെ ഇവരെ അച്ഛന്മാരും രവിയൊക്കെ കൊട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാളാ വരാനുള്ളത്. അത് 3-4 ദിവസം കളി ഉണ്ടല്ലോ. അന്നത്തെ ദക്ഷയാഗത്തിൻ്റെയും ദുര്യോധനത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നാ തിരുവണ്ണൂരിലുണ്ടായി ഇയാൾ അവസാനമായിട്ട് കൊട്ടു മരിക്കണേൻ്റെ. അന്ന് ഞാനാ ദുശ്വാസനം അന്ന് ഗോപിയേട്ടൻ്റെ ഉത്ഭവമൊക്കെ ഉണ്ടായിരുന്നു.
രാവണനെ ഇവരുണ്ടാകും രാവണൻ. അപ്പോൾ ഞാനും പോയാൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് കൃഷ്ണപിള്ളേച്ചാണ് പോയത്. പിന്നെ അവസാനം ദുര്യോധനവാദം ഞാനാ, ശാസ്ത്രവാദമൊക്കെ ഞാനാ കുട്ടി. അന്നുള്ള ആ മേനോനൊരു കൊട്ടു ഇതുവരെ കേട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത്രയാണ് മൂടുക. ഞാനാകെ നോക്കി. അത് കുറച്ച് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളുണ്ട് അവിടെ വീണ് കിടക്കണതാണ്. ആരാ മനസ്സിലായത്? ഒളിച്ചായി നോക്കുമ്പോൾ മേനോൻ്റെ ഇവിടെ അങ്ങനെ പൊട്ടിക്കണം. ചുറ്റൊന്നും ഊരിയില്ല. ഞാൻ ഡോക്ടറൊക്കെ വിളിച്ചു. ഇയാൾക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടോ അട്ടേക്ക? ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ രവിയോട് പുറപ്പെടാൻ പറഞ്ഞു. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു രവിക്ക് ഇന്ന് കളിയുണ്ട്, രവീനെ കൊണ്ടുപോകണ്ട, രാധാകൃഷ്ണനെ കൊണ്ടുപോയേക്കാം. രാധാകൃഷ്ണനും മേനോനും കൂടെയാണ് പോയത്. ഞാൻ അവിടെ എത്തി. ഞാൻ ഇവിടുന്ന് കളിയൊക്കെ അന്ന് എറണാകുളം അവിടെ ഇവിടെ കളിയാണ്. ഇവിടുന്ന് പുറപ്പെട്ട് വഴിക്കിലെത്തിയപ്പോൾ ഉണ്ട് പെട്ടെന്ന് എന്താ മേനോന് സംഭവിച്ചേ? മേനോൻ മരിച്ചു. ഇനി ഒന്ന് കളിക്ക് പോകണ്ട, മരമില്ല. അങ്ങനെ പോയി എല്ലാവരും കാണാൻ പോയി. ഇയാളെ കാണാൻ പോയി. ബോഡി നോക്കുമ്പോൾ ചുറ്റും കൂടി ഊരിയില്ല. അയാൾ ഇടച്ചിട്ടൊന്നും ഊരിയില്ല. മഹാഭാഗ്യവാൻ തന്നെയാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ വേഷമാശാന്മാരൊക്കെ ആയിരുന്നു വേഷത്തിലാണ്. ഏതാ കാലം? ഏകദേശം 68, 69 ബാക്കി പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ആ കോഴ്സൊക്കെ കഴിഞ്ഞു. 4 കൊല്ലം കോഴ്സാണല്ലോ. 9, 10, 11, 12, 13. അന്നേക്ക് 13 വയസ്സാണ് കോഴ്സ് കഴിഞ്ഞോളൂ. പിന്നെ എനിക്ക് പിന്നെ ഇവിടുന്ന് വിടണമില്ല. എനിക്ക് പോകാനുമായില്ല. ഞാനും കൊണ്ടുപോകാനുമില്ല. ഞാൻ ഇതിൻ്റെ ഉള്ള ആകപ്പാടെ ഏഴാശേനെ പിടിച്ചുപോയി. ആ ഘട്ടത്തിലായി. അവരൊക്കെ ശുശ്രൂഷയൊക്കെ ആക്കൊണ്ട് ചെയ്യുന്നല്ല. അപ്പോഴേക്ക് ഈ തൈറോയിഡ്സ് വന്നിട്ട് അങ്ങോട്ട് ഫുള്ളായി. ആകെ തടിയൊക്കെ മെലിഞ്ഞ് ആകെ ആരോഗ്യവും പിടിച്ച് ആകെ എന്തോ ആയി. അപ്പോൾ കൃഷ്ണപിള്ളേച്ചൻ പറയാ സുഖമില്ലെങ്കിൽ എന്നാൽ അപ്പോൾ കേവാരൊക്കെ പോയി കണ്ട് മരുന്നെന്തുമായി കഴിച്ചൂടെ? അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നെ ഇവർക്ക് വിശ്വാസം ഇല്ലാണ്ടേ കൊണ്ടാടൊക്കെ പോയാൽ. കാരണം ഒരു ദിവസം എല്ലായിടത്തും പോകാൻ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ കേവാരെ പോയി കണ്ട് ഇദ്ദേഹം രാഷാദി കഷായവും ലേയവും ഒക്കെ തന്ന് അവർ കുപ്പി രാഷാദ കഷായമൊക്കെ കുടിച്ച് പോകുമ്പോൾ കുറച്ച് സമാധാനമായി. പക്ഷെ ഒരു തായമ്പൊക്കെ കുട്ടി കഴിയുമ്പോൾ പിന്നെ ആദ്യം ഒരു കുപ്പി കഷായം കുടിച്ചിട്ട് വേണം തായമ്പോട്ടെ. ക്ഷീണം പിടിച്ചു. പിന്നെ ഉണ്ണീഷൻ കണ്ണടച്ചിട്ട് ആ കൊട്ടലെന്നുള്ള അഭിപ്രായമൊക്കെ വന്നു തുടങ്ങി. കാരണം അത്രയും ക്ഷീണം പിടിച്ചു. ശാരീരികമായിട്ട് ആരും ശുശ്രൂഷിച്ചാൽ നമ്മൾ ഈ ഒറ്റയ്ക്കുള്ള ഓട്ടം ചാട്ടാൽ ചെറുപ്പല്ലേ. അന്നത്തെ കളികളുടെ അവസ്ഥ എങ്ങനെയാണ്? രാത്രി രാമായണ പുതിയ കഥ. അങ്ങനെ ഒരു കൊല്ലം കുട്ടന്മാരാശാന് വയ്യാണ്ടേ ഞാനും കൃഷ്ണകുണ്ടേശാനാണ് ഒരു കൊല്ലം കളിക്ക്. അന്ന് ഈ മറ്റേ കുട്ടീശ്വരന്മാരെ അനുമാനം. അപ്പോൾ അവിടെ ചെമ്പട മതി, മറ്റേ ആ ത്രിപ്പടയൊന്നും വേണ്ട, ചെമ്പട മതി, ചെറുപ്പാനായി. അപ്പോൾ ഉണ്ണിക്കുട്ടവർക്കൊക്കെ നല്ലോണം കളിക്കണ ആരാണ് ഉണ്ണിക്കുട്ടവർക്കൊക്കെ. അപ്പോൾ ഈ കുട്ടികളല്ലേ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് കാണിക്കുമല്ലോ. അങ്ങനെ ഞാൻ മൂത്രമൊഴിക്കാൻ പോയ സ്ഥലത്ത് ഇയാളുണ്ട് അവിടെ വലിച്ച് ഈ കുറ്റിയോടെ കൊണ്ടെത്തി ഇതാ കൊണ്ടടിച്ചു. എന്നിട്ടപ്പോൾ കൊട്ടാൻ പോണതേ. കൊട്ടാൻ പോയി ചെമ്പട ത്രിപട വേണ്ടാന്നൊക്കെ നിൽക്കി ഞാൻ ത്രിപടക്കാണ് കൂട്ടി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചെമ്പട മതിയെന്ന് പറഞ്ഞ ഓർമ്മ. അപ്പോൾ ചെമ്പടേക്കാണ് പോയി. കൈയൊന്നും ശരിക്കും നടക്കുന്നില്ല, പിടിച്ചാൽ കിട്ടുന്നില്ലേക്ക്. അങ്ങനെയൊക്കെ ചില വീതികളുണ്ടായിരുന്നില്ലേ അവരുടെ കൂട്ടത്തിൽ കൂടി. പിന്നെ ഇടയ്ക്കൊക്കെ ഓട്ടി നിന്നാൽ ഒന്നുമല്ല. അവൻ്റെ കൂടെ അച്ഛന്മാർ പറഞ്ഞ ഇടയ്ക്ക് ഓട്ടണ്ട, കൂട്ടന്മാരല്ല. അങ്ങനെ അന്നൊക്കെ ഫുൾ രാത്രി മുഴുവൻ കളിയല്ലേ, ഉത്സവ കളികളും ഒക്കെ. പല്ലശന, പച്ചായില അല്ലേ, കൊങ്കര, കല്ലൈക്കുളങ്ങര, കല്ലൊക്കൊങ്ങരയും പറ്റിക്ക് തെറ്റാൻ പറ്റാത്ത അല്ല വാദിക്കാരെ കൊടുത്ത് കാലൊക്കെ വേണ്ടിട്ടേ പറഞ്ഞേ. പിന്നെ കണ്ടമാനം പിടിയിട്ട് പൈസയായി. ഈ വിക്സൊക്കെ വാങ്ങി മരിച്ചു. അന്നത്തെ ഇവിടുത്തെ ആശാന്മാരായിരുന്നു ഗോപിനായർ ഇവരൊക്കെ തന്നെയാണ്. ഗോപിനായർ, ഇവരൊക്കെ ഭരണാണെന്ന്. ശരി. അതെ.
മങ്ങാട്ട് നാരായണൻ നായർ, മങ്ങാട്ട് ചുട്ടി നാരായണൻ നായർ, അപ്പുമാരുണ്ടാവും. അയാൾ പിന്നെ ഇങ്ങനെയല്ലായിരുന്നു, വലിയ താടി കൂടി വരുമൊന്നുമില്ല. മങ്ങാട്ട് നാരായണൻ നായർ പിന്നെ ഒന്നിനും പോയില്ല, അയാൾ അവിടെ തോർത്തും വീശി അങ്ങനെ ഇരിക്കുകയുള്ളൂ. ചുട്ടി നാരായണൻ നായരും ഇവരൊക്കെയാണ്, ഗോപിമാര് ഇവരൊക്കെയാണ് മുമ്പിലേക്ക് ചാടി വീഴുക. ഇപ്പൊ എന്തൊക്കെയാ ഉണ്ണീഷൻ ചെയ്യണത്? ഇപ്പൊ ഞാൻ പൊതുവേ തുപ്രംകോട് ഇപ്പോൾ പരമേശ്വരൻ സസ്പെൻഷനാണ്. അതെ. അപ്പോൾ അയാളെ തിരിച്ചെടുക്കേണ്ട കാര്യം എന്തോ സംശയത്തിലായി നിൽക്കുകയാണ്. 4-5 കൊല്ലം കോടതി കേസിലാണ്. അയാളെ മകനെന്തോ സാമൂഹിക നേരെ എന്തോ കേസ് കൊടുത്തുന്നോ വലിയ പ്രശ്നം. അപ്പോൾ കോടതിയിലാണ് കേസ് കിടക്കുന്നത്. എങ്ങനെയായാലും വിധി വരണമെങ്കിൽ 4-5 കൊല്ലം പിടിക്കും ഇത്രേ. അപ്പം ഞാൻ പറഞ്ഞു 4-5 മാസം അവിടെ പോയിരുന്നു അടിയന്തരമായിട്ട്. പിന്നെ ആ ഉണ്ണിക്കുട്ടൻ തന്നെയാണ് വിളിക്കുക, വേറെ ആരും വിളിക്കില്ല. വേറെ ആരും പോയിട്ട് കാര്യമില്ല, അവിടുത്തെ അറിയുന്ന ആളുകൾ വേണമല്ലോ. ആ പോവാറുണ്ട്, എങ്ങനെ 10-24 ഉറുപ്പ്യ മാസം തരാറുണ്ട്. പക്ഷേ ഒരു മാസം 24 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലിപ്പോൾ അവർ ചെയ്ത് തരേണ്ട സൗകര്യങ്ങളൊന്നും അവർ ചെയ്തു തരുന്നില്ല. പോകുമ്പോൾ അവരെ വീട്ടിൽ പിന്നെ നമ്മളെ അപ്പോൾ ഉണ്ണിക്കുട്ടനൊക്കെ പറഞ്ഞെങ്കിലും നമ്മളെ ബന്ധുക്കളാണൊന്നും പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മാലാത്ത ആയിക്കോട്ടെ എന്നൊക്കെ അങ്ങനെയാണ് അവർ അവിടെ വീട്ടിലാണ് താമസം പോയാൽ. ഇപ്പോൾ 5-6 അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചന്ദനക്കാവിൽ ഞാൻ കൊല്ലത്തിൽ പോകുന്ന ആളാണ്. അവിടെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ 11-ാം തീയതി മുതൽ കളമ്പാട്ട്. അപ്പോൾ അവിടെ പോകാതിരിക്കാനും പറ്റില്ല, കാരണം അവിടെ നാളിക കുറച്ചുകൂടി അനുഭവമൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും. എങ്ങനെയായാലും 10-20 കളമ്പാട്ടിൻ്റെ കൊട്ടം കുറേ പഠിക്കാനുണ്ടോ? അനുഭവമാണ് അല്ലേ? അത് കൂട്ടത്തിൽ കൂടി പഠിക്കാവുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ കട്ടണമുള്ള കൊട്ടേ ഉള്ളൂ. പിന്നെ അതിന് സമ്പ്രദായമുണ്ട്, എല്ലാ ദിക്കിലും ഒരു സമ്പ്രദായം ആവില്ല. അതുകൊണ്ട് ചില ദിക്കിൽ പാട്ട് പാടിയിട്ട് കൊട്ടിയാൽ മതി, എന്നാൽ ചില ദിക്കിൽ അത് പോരാ. ഇപ്പോൾ ഭഗവതിക്കൊക്കെ പാട്ട് പാടിയിട്ടാണ് കൊട്ടുന്നത്. എന്നാൽ അയ്യപ്പനും വേട്ടയ്ക്കനും അത് പോരാ, കൊട്ടി വെച്ചിട്ട് വേണം പാടാൻ. അതൊന്നും അറിയില്ല, അങ്ങനെയുള്ള കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ ഈടും കൂറും കൊട്ടുകയാണെങ്കിൽ ചില ദിക്കിലിപ്പോൾ ഈടും കൂറും ചെമ്പയില അല്ല, ഇത് ചെമ്പട കിടന്നൊക്കെ അവര് കാലം പിടിക്കാൻ വയ്ക്കുക. ഇത് കിടന്നൊക്കെ ആദ്യം അടുത്ത കാലം വയ്ക്കുക, പിന്നെ വലത്തെ കാര്യം, പിന്നെ അത് കൊറമ്പി അടച്ചടച്ച് കൊണ്ടുവരാ. ഇതിങ്ങനെ അടച്ചു കൊണ്ടുവന്നിട്ട് കൊലമ്പിയിട്ട് പിന്നെ 2-ാം കാതിക്ക് ചാടി അത് പിന്നെ ചവിട്ടോ. പിന്നെ അങ്ങനെ ഒരു 3-4 തരത്തിലുള്ള കൂറുകളാണ്. ഇങ്ങനെ ഉള്ളത്. പിന്നെ അവസാനമായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ കൂറ് കൊട്ടണ്ട അല്ലേ? ഇപ്പോൾ എനിക്ക് അത് നല്ല കാര്യം അല്ല. അപ്പോൾ ഉണ്ണീഷിനോട് സംസാരിക്കാൻ സാധിച്ചതിന് കുറേ നല്ല അനുഭവങ്ങൾ കിട്ടി. അത് പ്രേക്ഷകർക്കും ഉപയോഗപ്രദമാവും, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഉപയോഗപ്രദമാവും അല്ലേ? അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളിതിന് എന്താ പറയുക, നന്ദി പറയേണ്ടത് കലാമണ്ഡലം പ്രിൻസിപ്പാളായിരുന്ന ഉണ്ണികൃഷ്ണനും ഇവരുമൊക്കെയാണ്. അതിൻ്റെ അത് വലിയൊരു സംഭവമാണ്. കാരണം പുസ്തകം എഴുതുന്നതിനെക്കാട്ടിലും ഒക്കെ പിന്നെ അവരെ ഒരു മനസ്സിൻ്റെ വിശാലത മനുഷ്യന് വേണമെന്നുണ്ട്, കൊടുക്കണം എന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതെ. ഉണ്ണീഷിൻ്റെ കുടുംബം ഇപ്പം എങ്ങനെയാണ്? ഇവിടെയാണോ എല്ലാവരും? കോട്ടക്കിലാണോ താമസിക്കുന്നത്? അവരിപ്പോൾ കോട്ടക്കിലാണ് താമസിക്കുന്നത്. കോട്ടക്കിൽ എങ്ങനെയായാലും ഒരു ഇവിടുന്നൊക്കെ വിട്ടു. കഥകളി 10-28 വയസ്സിൽ ഞാനവിടെ പോന്നു. കമാലാശാൻ മരിച്ചു. പിന്നെ നമുക്കായിട്ട് പിടിച്ച് നിർത്തത്തക്ക വിധത്തിൽ ആരും ഇല്ലാണ്ട് ചെറിയ കൃഷ്ണനുടെ ഞാൻ പിന്നെ അദ്ദേഹത്തിന് വയ്യാണ്ടേ ആർക്കും ഇത് പിടിച്ച് നിർത്താൻ വയ്യ ഉള്ളൊരു ഇത് വന്നു കഴിഞ്ഞു. വെളുത്ത കുട്ടന്മാരാണ് അത് അയാളത്തെ ഒപ്പിട് വെളുത്ത കുട്ടന്മാരാണ്. അപ്പോൾ എന്തിനു പറയണു, ഞാനവിടുന്ന് പോരേണ്ടി വന്നു. പോന്നു മാത്രമല്ല, എനിക്ക് പിന്നെ പോകാനും കുഴപ്പമില്ല. പിന്നെ കുറേ അടിയന്തരങ്ങളുണ്ട്.
പിന്നെ അവർക്കൊക്കെ പുറത്തുള്ളവരൊക്കെ എന്നെ താഴമ്പേക്ക് വിളിക്കും. അത് മേളത്തിന് അടിയന്തരം കാലും തൊക്കങ്ങന്നൂർ ഭഗവതി ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടൂല. നാട്ടിലെങ്കിലും നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഉദ്ദേശം തന്നെ കുറേയൊക്കെ ഈ വംശപാരമ്പര്യത്തിൻ്റെ ശക്തിയാണ്. ആ ഭഗവതി അമ്മ വെറുതെ ഇരിക്കില്ല, അവിടെ കാണണം തുടങ്ങിയാൽ. അവ ഈ മൂപ്പരിവാളുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ മുപ്പത്തേരെ. അങ്ങനെ ഞാൻ പൊങ്ങന്നൂർ വലിയ കാര്യമാണ് പോയി മേളമായിട്ട്. അതുപോലെ ആകാശവാണിയിലത്തെ പരിപാടിയൊക്കെ അത്യാവശ്യം പരിപാടികളൊക്കെ കിട്ടും. എങ്ങനെ ഇവിടെ ഇപ്പോൾ ആരൊക്കെയുള്ളത്? ഇവിടെ ഇപ്പോൾ വൈഫിൻ്റെ അമ്മ ഉണ്ട്. അമ്മ ഇവിടെ വന്ന് നിൽക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ആരും ഇല്ല. അമ്മയുടെ ഭർത്താവ് മരിച്ചു. പിന്നെ ആ മക്കളാണ്, അവരൊന്നും പിന്നെ അത്ര ഇങ്ങോട്ട് കൊണ്ടുനടക്കാൻ ആയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ മറ്റേ മോളാണ് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചത്, ഭാനുമതി. നല്ല പേരാണല്ലോ അല്ലേ? അവര് അല്ല, അമ്മായി പറയാം ദുര്യോധൻ്റെ ഭാര്യയുടെ പേരാണ്. അത് തന്നെയാണ്, നല്ല പേരാ പറയും. നമ്മളെ കഥകളിയായിട്ട് ബന്ധപ്പെട്ട പേരാണ്. അതാണ്. എന്താണെന്ന് പറയാനും SSLC പാസ്സായിരിക്കണം. വയലായവർക്ക് ഇവിടെ ജോലി കിട്ടും. വയസ്സായിട്ടുള്ളൂ. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 മക്കൾ. എന്തൊക്കെ? മോനാണ് സിജിൻ അരുവൈശാല സ്റ്റാഫാണ്. എന്താ പേര്? സിദ്ദീൻ. ഓക്കെ. അപ്പോൾ അതിൽ 2 മക്കളുണ്ട്. മരുമകൾ ഇവിടെ കുറ്റ്യാടിക്കാരിയാണ്. നമ്മളിവിടെ കഴപ്പടിക്കോട്ട് സ്കൂളിൽ കോപ്പറേഷൻ കോളേജിൽ പോയിരുന്നു പഠിപ്പിക്കാനൊക്കെ പോയി. ഇപ്പം രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ്. ഓള് ചരിത്ര നോക്ക് പോകാനൊന്നും നിർത്തിയില്ല, പഠിക്കൊന്നും പോകില്ല. എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ഉള്ളൊരു പരിശ്രമത്തിൽ നോക്കുന്നുണ്ട്. പറഞ്ഞു നോക്കിയിട്ടൊക്കെ ഉണ്ട് ഭാഗം. അപ്പോൾ ഇവരാകവാര മരണമൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ മകളാണ്, ഓള് ദുബായിലാപ്പുള്ളത്. മരുമകൻ നമ്മുടെ കരിമ്പഴ കോത്തുവാളെ അനിയൻ്റെ മകനെയാ കല്യാണം, രാജീവ്. അവർ വായിലാകുന്നിലാണ് അവരെ വീട്, രാജീവിൻ്റെ. അവരിപ്പോൾ ദുബായിലാണ്. 2 മക്കളായി, കുട്ടികളൊക്കെ അവിടെ പഠിക്കുകയാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ അവരെ കാര്യം സംതൃപ്തിയാണ് അല്ലേ? അവരെ കാര്യത്തിന് അവർ മതിയെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. അത് വരെയുള്ളൂ ബേജാറ്. ഇവരെങ്ങടാ പോവുക, എന്താ ഏതാ ഒന്നും നമുക്ക് ബേജാറല്ലേ. വേറൊന്നുമില്ല. കുട്ടിയായിരുന്ന കാലത്ത് നമുക്ക് ടെൻഷനായി. അപ്പം നമ്മളെ ആരോന്മാർക്കും അതാ സ്ഥിതി. അവർക്ക് ടെൻഷനാണ്. ഇത് കുട്ടിയല്ലേ, ഇവരേത് നിലയ്ക്കാ തിരിയാന്ന് പറയാൻ പറ്റുമോ? വല്ല കൊലസംഘത്തിലൊക്കെ പെട്ട ഘട്ടത്തിലായി, ഉള്ള അരിയില്ലാണ്ടായി. അപ്പം ഇതൊക്കെ ആകെ ബേജാറായത്. ഈ കുട്ടികളെ പെൺകുട്ടികൾ ഓളിവിടെ ഇങ്ങനെ കടന്ന് കളിക്കും. അപ്പോൾ ബേജാറാണ്. അപ്പോൾ ഓളെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ടുള്ള മുക്കാഭാഗഭാരം സമാധാനം. അല്ല, ഒരു ചെണ്ടക്കാരൻ അല്ലെങ്കിൽ ഒരു കലാകാരനായതിൽ സംതൃപ്തിയല്ലേ ജീവിതം? എന്നൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ നമ്മളെ കർമ്മഫലങ്ങളും കുറേയൊക്കെ മുൻജന്മ സുഹൃതം. പിന്നെ നമ്മൾ പോണ വഴി വളരെ കറക്റ്റായി സത്യവും മര്യാദയും. അബദ്ധമൊക്കെ വന്നു എന്ന് വരാം. നമ്മൾ അബദ്ധത്തിലേക്ക് ചാടിക്കുന്ന ശൈലികളൊക്കെ പല ശൈലികളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈശ്വര എന്നുള്ള വിചാരേ വേണ്ടു. വേറൊന്നും നമ്മൾ ചിന്തിക്കണം. നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ PK ഒരു സൂര്യയാക്കുണ്ടായില്ല. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവരെ വംശദേവതയാണ് അത്ര ഇവിടെ മുക്കത്തുള്ളത്, പാർത്ഥസാരഥി. അവരവിടെ പൂവില്ല, വഴിപാടുമില്ല, പുഴുവില്ല, ഒന്നുമില്ല. അതിൻ്റെ ശേഷം സൂര്യൻ എന്ന് പറഞ്ഞവർക്കില്ല. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കി അവിടെ പോയി വഴിപാടൊക്കെ ചെയ്ത്. അപ്പം നമുക്കൊക്കെ നമ്മളേതായ ഒരു വംശകുലദേവതകളുണ്ട്. അവരെ പോയി കാണണം. നമ്മൾ കണ്ടാൽ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നമൊക്കെ ഒന്നും ഇല്ലാണ്ട് വല്ല സൂക്കലുകളോ എന്തെങ്കിലും വഴിപാട് ഒക്കെ നമുക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അത്. അപ്പോൾ ഈശ്വര എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തെത്തും. സന്തോഷം അല്ലേ?